ഓഹരി ഇടപാട് നടത്തുന്ന ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹം അതിൽ നിന്നും ലാഭമുണ്ടാക്കണമെന്നാണ്. എങ്ങനെയുള്ള ലാഭമാണ് അവർ പ്രതീക്ഷിക്കുന്നത്? എന്നെങ്കിലും ലഭിക്കുന്ന നേട്ടമാണോ? സത്യത്തിൽ അവരാഗ്രഹിക്കുന്നത് സ്ഥിരമായി നേട്ടമുണ്ടാക്കാനാണ്. എന്നാൽ ട്രേഡർ എന്ന നിലയിൽ സ്ഥിരമായി ലാഭമുണ്ടാക്കുന്നവർ വളരെ കുറവാണ്. തുടർച്ചയായി നേട്ടമുണ്ടാക്കുന്ന അപൂർവം ചില ട്രേഡർമാർ കണ്ടേക്കാം. എന്തായിരിക്കും ആ കൂട്ടരുടെ വിജയരഹസ്യം? വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ് വിജയിക്കുന്നത്. ഓഹരി വിപണിയിൽ വിജയത്തിന്റെ രഹസ്യം മനഃശാസ്ത്രപരമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാർക്ക് ഡഗ്ലസ് എഴുതിയ ട്രേഡിംഗ് ഇൻ ദ സോൺ എന്ന കൃതിയുടെ മലയാളം സംഗ്രഹമാണ്. അമേരിക്കയിലെ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ഓഹരി നിക്ഷേപവും ട്രേഡിംഗും ആരംഭിച്ച മാർക്ക് തന്റെ അനുഭവങ്ങളുടെ പിൻബലത്തിൽ കൂടെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഓഹരി നിക്ഷേപത്തിലെ അശാസ്ത്രീയമായ വിൽക്കൽ വാങ്ങൽ വഴിയും അടുക്കും ചിട്ടയുമില്ലാത്ത ജീവിതശൈലി കൊണ്ടും 1980കളിൽ അദ്ദേഹത്തിന്റെ സ്വത്തിൽ ഏറിയ പങ്കും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഇൻഷുറൻസ് കമ്പനി വിട്ട അദ്ദേഹം ഒരു ഷെയർ ബ്രോക്കറായി ചിക്കാഗോയിലെ മെറിൻ ലിഞ്ച് കമ്പനിയിൽ പ്രവർത്തനം ആരംഭിച്ചു. തന്റെ അനുഭവത്തിൽ നിന്നും അദ്ദേഹം വളരെ വലിയ പാഠം ഉൾക്കൊണ്ടു. ഓഹരി വിപണിയിലെ വിജയത്തിന് മനഃശാസ്ത്രപരമായ സമീപനമാണ് ആവശ്യമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. 1982 തന്റെ ആദ്യ കൃതിയായ ദ ഡിസിപ്ലിൻഡ് ട്രെയിനർ രചിച്ചു. താൻ മനസ്സിലാക്കിയ കാര്യം വളരെ എളുപ്പത്തിൽ എഴുതി പിടിപ്പിച്ച് ഒരു ബുക്ക് 6-7 മാസങ്ങൾ കൊണ്ട് എഴുതാനിരുന്ന അദ്ദേഹം ആ കൃതി പുറത്തിറക്കിയത് 1990ലാണ്. 7.5 വർഷമെടുത്തു തന്റെ ദൗത്യം താൻ ഉദ്ദേശിച്ച രീതിയിൽ പുറത്തിറക്കാൻ എന്ന് അദ്ദേഹം പറയുന്നു. ഇതിനിടയിൽ ധാരാളം വ്യക്തികൾക്കും ചെറിയ നിക്ഷേപ ഗ്രൂപ്പുകൾക്കും ബാങ്കുകൾക്കും അദ്ദേഹം ഓഹരി സംബന്ധമായ ക്ലാസുകളും ട്രെയിനിങ്ങും നൽകാൻ പോകുമായിരുന്നു. അതിനായി നിരന്തരം റിസർച്ചുകളും പഠനങ്ങളും ആവശ്യമായി വന്നു. നീണ്ട 17 വർഷമാണ് അദ്ദേഹത്തിന് തന്റെ മേഖലയിൽ പഠനത്തിനായി മാത്രം മാറ്റിവെക്കേണ്ടി വന്നത്. യഥാർത്ഥ വിജയമന്ത്രം മനസ്സിലാക്കാനായി ട്രേഡിംഗിനെ മനഃശാസ്ത്രപരമായി സമീപിക്കുകയാണ് വേണ്ടതെന്ന് അദ്ദേഹത്തിന് തന്റെ അനുഭവങ്ങളിൽ നിന്നും മനസ്സിലായി. അടിസ്ഥാനപരമായി നമ്മുടെ പൊതുചിന്തയിൽ ചില കുഴപ്പങ്ങളുണ്ട് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. മനസ്സിന്റെ ചില പ്രവർത്തനങ്ങളും വിപണിയുടെ പെരുമാറ്റവും ചേർന്നു പോകുന്നതല്ല എന്നതാണ് കാര്യം. സ്വന്തം വ്യാപാരത്തിൽ വിശ്വാസമുള്ളവർക്ക്, എടുക്കുന്ന തീരുമാനങ്ങളിൽ സംശയത്തിന്റെ ലാഞ്ചനയില്ലാത്തവർക്ക് തങ്ങളുടെ വ്യാപാരത്തിൽ വിജയിക്കാൻ സാധിക്കും. ഇവിടെ വ്യാപാരം എന്ന് പറയുമ്പോൾ ഷെയർ ട്രേഡിംഗ് ആണെന്ന് എടുത്തു പറയേണ്ടല്ലോ. തന്റെ കഴിവിൽ, അറിവിൽ വിശ്വാസമുള്ളപ്പോൾ വിപണിയുടെ ചാഞ്ചാട്ടത്തിൽ പരിഭ്രമിക്കേണ്ട കാര്യം നല്ല നിക്ഷേപകനില്ല. വിപണിയിൽ നേട്ടം കൊയ്യാനുള്ള അവസരങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നു. അല്ലാതെ വിപണി ഇടിഞ്ഞു, തകർന്നു, തരിപ്പണമായി എന്നൊക്കെയുള്ള വാർത്ത മാത്രം ഉള്ളിലേക്കെടുത്ത് അവർ വിഷമിക്കുന്നില്ല. 3 കാര്യങ്ങൾ ലേഖകൻ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 1. വിപണിയിൽ അടുത്തതായി എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ അറിയേണ്ടതില്ല. ആ അറിവിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല നിങ്ങൾ നേട്ടമുണ്ടാക്കേണ്ടത്. 2. വിപണിയിൽ എന്തും സംഭവിക്കാം. 3. ഓരോ നിമിഷവും അമൂല്യമാണ്, എന്നുവെച്ചാൽ യുണീക്ക് ആണ്. എന്തുകൊണ്ട്? ഓരോ നിമിഷവും പുതിയ സാഹചര്യങ്ങളാണ്, പുതിയ അനുഭവങ്ങളാണ് എന്നത് തന്നെയാണ് കാര്യം. അപ്പോൾ വ്യാപാരം നടക്കാം, നടക്കാതിരിക്കാം. ഇതിൽ ഏത് സംഭവിച്ചാലും നമ്മൾ പുതിയ അനുഭവത്തിനായി, പുതിയ സാഹചര്യത്തിനായി കാത്തിരിക്കുകയാണ് വേണ്ടത്. ക്രമേണ ഈ ക്രമരഹിതമായ സാഹചര്യത്തിൽ നിന്നും നിരവധി വ്യാപാര അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ചിലതൊക്കെ നഷ്ടമാവാം, ചിലതൊക്കെ നേട്ടങ്ങൾ കൊണ്ടുവരാം. എന്നാൽ കുറെ കഴിയുമ്പോൾ ആ സാഹചര്യത്തിൽ എങ്ങനെ പ്രവർത്തിച്ചാൽ നേട്ടമുണ്ടാക്കാനാകുമെന്ന് നിങ്ങൾക്ക് തനിയെ ബോധ്യമാവും. കാരണം നിങ്ങൾക്ക് പല അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളുടെ ക്രമരഹിതമായ പുനരാവിഷ്കരണമാണ് നിങ്ങൾ വിപണിയിൽ നേരിടുന്നത്. അണ്ടർസ്റ്റാൻഡ് ദിസ് റിയാലിറ്റി ആൻഡ് ദെൻ യു വിൽ സെർട്ടൻലി നോ വാട്ട് ടു ഡു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ തുടങ്ങും. ഇപ്പോൾ സ്വയം വിശ്വാസമില്ല. താൻ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ എന്നറിയാതെ വിശ്വാസമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ഊഹങ്ങൾക്ക് തലവെച്ച് കൊടുക്കുന്ന രീതി, അത് അപകടമാണ്. ഓഹരി വിപണിയിൽ ഒരു പ്രത്യേക വിജയ ഫോർമുല നൽകുകയല്ല ഈ കൃതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പകരം മനഃശാസ്ത്രപരമായി എങ്ങനെ വിപണിയുടെ നേട്ടങ്ങൾ നേടിയെടുക്കാം എന്നാണ് നോക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തം നിക്ഷേപ വ്യാപാര രീതികൾ കണ്ടേക്കാം. എന്നാൽ അതിനെ മനഃശാസ്ത്രപരമായി വിലയിരുത്തുമ്പോൾ ആ മാർഗത്തിന്റെ വിശ്വാസ്യത കൂടും. അതുതന്നെയാണ് ഈ കൃതിയുടെ ലക്ഷ്യവും. ഏറെ കൗതുകമുണർത്തുന്ന ഈ കൃതി പുതിയ നിക്ഷേപകരെക്കാൾ നിക്ഷേപത്തിന്റെ ബാലപാഠം കടന്ന് നീന്തി തുടങ്ങുന്നവർക്കും നടുക്കടലിൽ എത്തിയവർക്കും ഒരു മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പ്രിയ ശ്രോതാക്കളെ, നമുക്ക് എത്രയും വേഗം ഈ കൃതിയുടെ പ്രധാന ഭാഗത്തേക്ക് കടക്കാം. ഒരു ട്രേഡർ എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാനായി 30 ചോദ്യങ്ങളുള്ള ആറ്റിറ്റ്യൂഡ് സർവേക്ക് ഉത്തരം നൽകുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇതിൽ എല്ലാ ചോദ്യങ്ങളും എഗ്രി ഓർ ഡിസഗ്രി എന്നോ അല്ലെങ്കിൽ
എസ് ഓർ നോ മറുപടി എഴുതിയാൽ മതി. ശരിയുത്തരമോ തെറ്റുത്തരമോ ഇല്ല. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് സ്വയം വിലയിരുത്തുക മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. നമ്പറിട്ട് ഉത്തരങ്ങൾ എഴുതുക. എഗ്രി ഓർ ഡിസഗ്രി അല്ലെങ്കിൽ എസ് ഓർ നോ എന്ന് മാത്രം എഴുതുമല്ലോ. റെഡിയല്ലേ? 1. ഒരു ട്രേഡർ എന്ന നിലയിൽ ഓഹരി വിപണിയിൽ അടുത്തതായി എന്ത് സംഭവിക്കുമെന്നറിയേണ്ടത് അത്യാവശ്യമാണ്. 2. നഷ്ടമില്ലാതെ ഓഹരി വ്യാപാരം നടത്താൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെന്ന് ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നാറുണ്ട്. 3. ട്രേഡർ എന്ന നിലയിൽ പണമുണ്ടാക്കാനായി വിപണിയെ വിലയിരുത്തുക അഥവാ അനലൈസ് ചെയ്യുകയാണ് വേണ്ടത്. 4. നഷ്ടം ഓഹരി വ്യാപാരത്തിന്റെ ഭാഗമാണ്. 5. ഒരു വ്യാപാരത്തിലേക്ക് കടക്കും മുൻപ് തന്നെ അതിലുള്ള റിസ്ക് വ്യക്തമാണ്. 6. വിപണിയിൽ അടുത്തതായി എന്ത് സംഭവിക്കും എന്നൊരു ചിന്ത എപ്പോഴും എന്റെ മനസ്സിലുണ്ട്. 7. വിജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലെങ്കിലും ചില വ്യാപാരങ്ങൾ ചെയ്യാൻ മുതിരാറുണ്ട്. 8. എത്ര കൂടുതൽ വിപണിയെ പഠിക്കാൻ സാധിക്കുന്നോ അത്ര എളുപ്പമാണ് ഓഹരി വ്യാപാരം നടത്താൻ. 9. ഇപ്പോൾ വിപണിയിൽ ഇടപെടണമെന്ന് നിർദ്ദേശിക്കുന്ന ഒരു മെത്തഡോളജി എനിക്കുണ്ട്. 10. എന്റെ നീക്കം പിൻവലിക്കണമെന്ന് വ്യക്തമായ നിർദ്ദേശം ലഭിച്ചാൽ പോലും അത് ചെയ്യാൻ ഞാൻ മടിക്കാറുണ്ട്. 11. വിപണിയിലെ വലിയ ഉയർച്ചകളും താഴ്ചകളും നേരിടുകയും അതിന്റെ ലാഭനഷ്ടങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. 12. ഓഹരി വ്യാപാരം തുടങ്ങിയ സമയത്ത് എനിക്ക് അടിക്കടി നഷ്ടങ്ങൾ ഉണ്ടാകുകയും ലാഭം വല്ലപ്പോഴും മാത്രം നേടുകയും ചെയ്തു. 13. പലപ്പോഴും വിപണി എന്നോട് വ്യക്തിവൈരാഗ്യം തീർക്കുന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. 14. മുൻപുണ്ടായ ചില നഷ്ടങ്ങൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും വൈകാരികമായി എന്നെ തളർത്താറുണ്ട്. 15. ലാഭമുണ്ടാക്കുമ്പോഴൊക്കെ അത് പണമായി പിൻവലിക്കുക എന്നത് എന്റെ തന്ത്രമാണ്. 16. വിപണിയിൽ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പാറ്റേൺ കണ്ടെത്തുകയും ആ പാറ്റേൺ നഷ്ടമുണ്ടാക്കാതെ നിങ്ങളെ സംരക്ഷിക്കുന്ന അവസ്ഥ മുൻപ് ഉണ്ടായിട്ടുള്ളതുപോലെ ഇനിയും ആവർത്തിക്കുമെന്നും നിങ്ങൾ വിശ്വസിക്കുന്നു. 17. പലപ്പോഴും ഞാൻ വിപണിയുടെ ഇര മാത്രമാണെന്ന് തോന്നാറുണ്ട്. 18. വ്യാപാരത്തിൽ ഞാൻ സമയക്രമം പാലിക്കാറുണ്ട്. അതായത് ഒരു ടൈം ഫ്രെയിമിൽ നിന്നുകൊണ്ടുള്ള ട്രേഡിംഗ് നടത്തുകയാണ് പതിവ്. 19. ട്രേഡിംഗിൽ നല്ല മാനസിക വഴക്കം അഥവാ മെന്റൽ ഫ്ലെക്സിബിലിറ്റി ആവശ്യമാണ്. 20. വിപണിയുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് വ്യക്തമായ ധാരണ എനിക്കുള്ളപ്പോഴും അതനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്താൻ എനിക്ക് കഴിയാതെ വരുന്നു. 21. ഒരു ഓഹരി അതിന്റെ പരമാവധി നേട്ടം ഉണ്ടാക്കിയെന്ന് മനസ്സിലായാലും അത് വിട്ടുമാറാൻ എനിക്ക് മടിയാണ്. 22. ഓഹരി വ്യാപാരത്തിലൂടെ എത്ര പണം നേടിയാലും തൃപ്തി തോന്നാറില്ല. കുറച്ചുകൂടി നേട്ടം ഉണ്ടാക്കാമായിരുന്നു എന്നുള്ള തോന്നൽ മനസ്സിനെ അലട്ടും. 23. പുതിയ വ്യാപാരം നടത്തുമ്പോൾ എനിക്കൊരു നല്ല മനോഭാവം ഉണ്ടെന്ന് തോന്നുകയും ആ വ്യാപാരത്തിൽ നിന്ന് സമ്പാദിക്കാൻ കഴിയുന്ന ലാഭം പോസിറ്റീവ് ഫീലിംഗ് നൽകുകയും ചെയ്യുന്നു. 24. വിപണിയിൽ ദീർഘകാലം കൊണ്ട് നേട്ടമുണ്ടാക്കണമെങ്കിൽ ട്രേഡർ തന്റെ സ്ഥിരതയിൽ, കൺസിസ്റ്റൻസിയിൽ പൂർണ്ണമായി വിശ്വസിക്കണം. 25. വിപണിയെക്കുറിച്ചോർത്ത് ഉറക്കം നഷ്ടപ്പെടുത്തുന്നയാളാണ് നിങ്ങൾ. 26. അവസരം നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടതുകൊണ്ട് മാത്രം ഒരു വ്യാപാരത്തിനിറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. 27. ഓരോ തവണയും എന്റെ നീക്കങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പെർഫെക്റ്റ് ആകുമ്പോഴൊക്കെ മുൻപ് തോറ്റുപോയ സാഹചര്യങ്ങൾ ഇപ്പോൾ ബാലൻസ് ആയതായി എനിക്ക് തോന്നാറുണ്ട്. 28. പലപ്പോഴും പ്ലാൻ ചെയ്യാത്ത വ്യാപാരങ്ങൾ ചെയ്യുകയും എന്നാൽ വലിയ പ്ലാനിംഗ് നടത്തിയ ട്രേഡിംഗുകൾ ഉപേക്ഷിക്കുകയും ചെയ്യാറുണ്ട്. ഇനിയുള്ള 2 ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ല, വിശദമായി ഉത്തരം എഴുതാനുള്ളവയാണ്. 29. ഒരു ട്രേഡിംഗ് സ്കിൽ വരമായി ലഭിക്കുകയാണെങ്കിൽ എന്ത് കഴിവാണ് നിങ്ങൾ ആഗ്രഹിക്കുക? 30. എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം ട്രേഡേഴ്സും പണമുണ്ടാക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഉണ്ടാക്കിയ പണം നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്നത്? ഉത്തരങ്ങൾ എഴുതിയ പേപ്പർ മാറ്റിവെക്കാം. ഈ രചന മനസ്സിലാക്കിയതിനു ശേഷം വീണ്ടും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി നോക്കണം. അപ്പോൾ കാഴ്ചപ്പാടിൽ വന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫണ്ടമെന്റൽ അനാലിസിസ് അഥവാ അടിസ്ഥാന വിശകലനത്തിൽ ഊന്നിയായിരുന്നു മുൻകാലങ്ങളിൽ വിപണിയെ സമീപിച്ചിരുന്നത്. വിപണിയെ സ്വാധീനിക്കാവുന്ന പല ഘടകങ്ങൾ വിലയിരുത്തി ഭാവിയിൽ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ പ്രവചിക്കുകയായിരുന്നു ഈ മാർഗത്തിലൂടെ ശ്രമിച്ചിരുന്നത്. അതിനായി ഓരോ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ്, സപ്ലൈ, അവയുടെ ലഭ്യത തുടങ്ങിയ കാര്യങ്ങൾ മുതൽ കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾ വരെ പരിഗണിച്ചിരുന്നു. ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ അത് വസ്തുക്കളാകാം, ഷെയറുകളാകാം,
അല്ലെങ്കിൽ മറ്റേതെങ്കിലും പണമാക്കി മാറ്റാവുന്ന ഇടപാടുകളാവാം. ഇവയെല്ലാം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വിലയിരുത്തി അവയുടെ ഭാവിയിലെ വില പ്രവചിക്കാനാണ് വിദഗ്ധർ ശ്രമിച്ചത്. എന്നാൽ ഈ വസ്തുതകൾക്കുമപ്പുറം നിക്ഷേപകരുടെ വൈകാരികമായ തീരുമാനങ്ങൾ വിപണിയിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ അനാലിസിസ് പ്രകാരമുള്ള പ്രവചനങ്ങൾ പലപ്പോഴും തെറ്റുകയായിരുന്നു പതിവ്. അങ്ങനെയാണ് ടെക്നിക്കൽ അനാലിസിസ് അഥവാ സാങ്കേതിക വിശകലനത്തിലേക്ക് വിദഗ്ധർ ചുവടുമാറ്റിയത്. ഓഹരി വിപണിയിൽ സജീവമായി പങ്കെടുക്കുന്നവർ കൂട്ടായ്മകൾ രൂപീകരിക്കുകയും പൊതു അഭിപ്രായം സ്വീകരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാറുണ്ട്. ഇത് വിപണിയിൽ പ്രതിഫലിക്കും. മിക്കപ്പോഴും ഒരേപോലുള്ള സാഹചര്യങ്ങൾക്ക് ഒരേപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അവ കൂട്ടമായി നടപ്പാക്കുകയും ചെയ്യുമ്പോൾ വിപണിയിലെ ചലനങ്ങൾക്ക് ഒരു പാറ്റേൺ ദൃശ്യമാകും. അതുപയോഗിച്ചുള്ള പ്രവചനങ്ങളാണ് ടെക്നിക്കൽ അനാലിസിസിൽ ചെയ്യുന്നത്. ടെക്നിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ വിപണിയിലെ വിവിധ സാഹചര്യങ്ങൾ മുതലെടുത്ത് നേട്ടമുണ്ടാക്കാൻ ട്രേഡർക്ക് അവസരങ്ങളുണ്ടാകുന്നു. വിപണി ആവർത്തിക്കുന്ന സ്വഭാവ സവിശേഷതകൾ ചൂണ്ടിക്കാണിക്കാൻ ടെക്നിക്കൽ അനാലിസിസിന് സാധിക്കുന്നു. അത്തരം ആവർത്തനങ്ങൾ എല്ലാ ദിവസവും, ആഴ്ചയും, മാസത്തിലും, വർഷങ്ങളിലും നടക്കുന്നു. അപ്പോഴൊക്കെ നിക്ഷേപകർക്ക് നേട്ടമുണ്ടാക്കാനും സാധിക്കുന്നു. ഈ ഗുണമെല്ലാം ഉണ്ടായിട്ടും മെന്റൽ അനാലിസിസിലേക്ക് വിദഗ്ധർ ആകർഷിക്കപ്പെട്ടു. എന്തായിരിക്കും കാരണം? മെന്റൽ അനാലിസിസ് എന്നത് സ്വയം വിലയിരുത്തലാണ്. സ്വന്തം തീരുമാനങ്ങളാണ് ആത്യന്തികമായി ലാഭനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന ബോധം നിക്ഷേപകർക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. വിപണിയിൽ ഉയർച്ചയോ അല്ലെങ്കിൽ താഴ്ചയോ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം നടത്തിയാൽ നേട്ടമുണ്ടാക്കിക്കൂടെ? പക്ഷേ ആലോചിക്കുകയല്ലാതെ പ്രവർത്തിക്കാൻ ശ്രമിക്കുകയില്ല. അങ്ങനെ വിപണി എതിർദിശയിൽ ചലിക്കുമ്പോൾ അന്നങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് ഓർക്കാറില്ലേ? ഇതിനെ സൈക്കോളജിക്കൽ ഗ്യാപ്പ് എന്ന് വിളിക്കാം. ഈ ഗ്യാപ്പാണ് ഓഹരി വിപണിയെ കീഴടക്കുന്നതിൽ നിന്നും നിക്ഷേപകരെ തടയുന്നത്. സത്യത്തിൽ ഓഹരി വിപണിയെ കീഴടക്കുക എന്നത് സാധ്യമായ കാര്യമാണോ? അല്ലെങ്കിൽ ട്രേഡിംഗിൽ വിദഗ്ധരാകാൻ സാധിക്കുമോ? നേരത്തെ പറഞ്ഞതുപോലെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള തോന്നലുകൾ യഥാർത്ഥത്തിൽ ചെയ്ത് നേട്ടം കൊയ്യാൻ സാധിക്കുമോ? സാധിക്കും എന്നാണ് ലേഖകന്റെ പക്ഷം. അത് പഠിക്കാനാണ് ഈ രചന എന്ന് അദ്ദേഹം പറയുന്നു. വിപണിയിൽ പണിയെടുക്കാതെ മാറി നിന്നുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ധൈര്യമായി വിപണിയിൽ ഇറങ്ങിച്ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ആ ഓഹരി വാങ്ങി സൂക്ഷിച്ചാൽ ലാഭമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ അത് യഥാർത്ഥത്തിൽ വാങ്ങി സൂക്ഷിക്കാൻ സാധിക്കണം. ട്രേഡിംഗ് അറിയാവുന്ന ചുരുക്കം ചില ആൾക്കാർ ഓഹരി വിപണിയെ കൃത്യമായി മനസ്സിലാക്കി ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നു. അവർ നല്ല ലാഭവും ഉണ്ടാക്കുന്നു. എന്നാൽ ഭൂരിപക്ഷം പേരും ഓഹരി വിപണിയിൽ നഷ്ടത്തിന്റെ കയ്പ് മാത്രം രുചിച്ചവരാണ്. ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഭൂമിയും ചന്ദ്രനും പോലുള്ള വ്യത്യാസമുണ്ട്. വിപണി ഓരോ ദിവസവും മണിക്കൂറിലും നേട്ടമുണ്ടാക്കുന്നുണ്ട്. എന്നാൽ ആ പണം ആരുടെയൊക്കെ മടിയിലേക്കാണ് പോകുന്നത്? വിപണിയെ പഠിച്ച ബിരുദന്മാരുടെ കയ്യിലാണ് പണം എത്തുന്നത്. മറ്റുള്ളവർ വല്ലപ്പോഴും ലാഭമുണ്ടാക്കുകയും കൂടുതൽ സമയവും കണ്ണീര് കുടിക്കുകയും ചെയ്യുന്നു. എന്താണ് അവരുടെ പ്രത്യേകത? ബുദ്ധിയും വിപണിയെ വിലയിരുത്താനുള്ള കഴിവുമാണോ? അല്ല. അത് മാത്രമല്ല കാര്യങ്ങൾ. തീർച്ചയായും ബുദ്ധിയും വിപണിയെ വിലയിരുത്താനുമുള്ള കഴിവും നല്ലതാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യമില്ല. പിന്നെന്താണ് കാര്യം? ഒറ്റ വാക്യത്തിൽ പറയണമെങ്കിൽ അവർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്നു എന്ന് മാത്രമേ പറയാനാവൂ. കേൾക്കുമ്പോൾ എളുപ്പമായി തോന്നും. കാരണം ഒരു പരിധിവരെ നാമെല്ലാം വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ്. ഓഹരി വിപണിയിൽ കുറെ നാൾ ഇടപെട്ട് കഴിയുമ്പോൾ ഏത് വാങ്ങണം അല്ലെങ്കിൽ വിൽക്കണം, എപ്പോൾ വാങ്ങണം, എപ്പോൾ വിൽക്കണമെന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാകും. എന്നാൽ അതുമാത്രമല്ല വ്യത്യസ്ത ചിന്ത എന്നത്. വിജയികൾക്ക് ഒരു പ്രത്യേകതരം മനോഭാവമുണ്ടാകും. പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും അച്ചടക്കത്തോടെയും ശ്രദ്ധയോടെയും എല്ലാത്തിനുമുപരിയായി ആത്മവിശ്വാസത്തോടെയും തുടരാൻ ആ ആറ്റിറ്റ്യൂഡ് അവരെ സഹായിക്കുന്നു. അപ്പോൾ മറ്റെല്ലാവരെയും ബാധിക്കുന്ന പൊതുവായ ഭയങ്ങൾക്കും ട്രേഡിംഗ് മിസ്റ്റേക്കുകൾക്കും അവർ അടിമപ്പെടില്ല. ഓഹരി വിപണിയിൽ നിന്നും പാഠം പഠിക്കാതെ മുൻപോട്ടു പോകാനാകില്ല. പക്ഷെ അതിനായി നൽകേണ്ടുന്ന വില വളരെ വലുതാണ്. 1 സാമ്പത്തിക നഷ്ടം, 2 മാനസികമായ നഷ്ടം. ഇവ രണ്ടും അനുഭവിക്കാതെ വിപണിയിൽ നിന്നും എന്തെങ്കിലും പഠിച്ചവർ ചുരുക്കമാണ്. വലിയ വില നൽകാതെ ഇത് പഠിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ദീർഘകാലമായി വിപണി നിക്ഷേപ പാരമ്പര്യമുള്ള കുടുംബ സാഹചര്യങ്ങളിൽ നിന്നുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിവുള്ള ആൾക്കാരെ പരിചയമുണ്ടാകണം. ഓഹരി വിപണിയിൽ നഷ്ടസാധ്യതയുണ്ടല്ലോ, അപ്പോൾ അത് ഉൾക്കൊള്ളണം. ആ നഷ്ടസാധ്യത മനസ്സിലാക്കിയാണ് നിങ്ങൾ ഇതിൽ ഇറങ്ങിയത്. അപ്പോൾ നഷ്ടമുണ്ടാകാം.
ഈ ബോധ്യമുണ്ടെങ്കിൽ നഷ്ടം മൂലമുണ്ടാകുന്ന മാനസിക തകർച്ചയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങൾക്ക് ഭയം പോലുള്ള വൈകാരിക അസ്വസ്ഥതകളില്ലാതെ ട്രേഡിംഗ് നടത്താൻ കഴിയുന്നില്ലെങ്കിൽ ട്രേഡിംഗിലുള്ള അപകടസാധ്യതകൾ എങ്ങനെ ഉൾക്കൊള്ളണമെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം നിങ്ങൾ അപകടസാധ്യത എത്രത്തോളം ഉൾക്കൊള്ളുന്നില്ലയോ അത്രത്തോളം തന്നെ നിങ്ങൾ അപകടസാധ്യത ഒഴിവാക്കും, അഥവാ റിസ്ക് എടുക്കുന്നത് കുറയ്ക്കും. വിപണിയിൽ റിസ്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒഴിവാക്കാനാവാത്ത എന്തെങ്കിലും ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് വിപരീത ഫലങ്ങൾ മാത്രമേ നൽകുകയുള്ളൂ. നിങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രധാന ട്രേഡിംഗ് സ്കില്ലാണ് റിസ്കിനെ ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നത്. മികച്ച ട്രേഡേഴ്സ് ഭയപ്പെടുന്നില്ല. മാർക്കറ്റ് അതിന്റെ സാധ്യതകളെക്കുറിച്ച് പറയുന്നതിനെ അടിസ്ഥാനമാക്കി വിൽക്കൽ വാങ്ങലുകൾ നടത്താൻ പറ്റുന്ന മാനസിക വഴക്കം അവർക്കുണ്ട്. അത്തരം മാനസികാവസ്ഥ നൽകുന്ന തരത്തിലുള്ള മനോഭാവങ്ങൾ അവർ വികസിപ്പിച്ചെടുത്തതിനാൽ അവർ ഭയപ്പെടുന്നില്ല. അതേസമയം തന്നെ മികച്ച ട്രേഡേഴ്സ് അശ്രദ്ധ കൊണ്ട് നഷ്ടം വരുത്തി വെക്കുകയില്ല. വിപണിയെ ഭയക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ ഭയം നിങ്ങളെ കീഴടക്കാതെ നോക്കണം. ഭയത്തിന് കീഴ്പ്പെടാതെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ വളർത്തിയെടുക്കണം. വിപണിയിൽ നിങ്ങൾക്ക് 2 കാര്യങ്ങൾക്ക് ശ്രമിക്കാം. വിപണിയുടെ എല്ലാ ചലനങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് അവയെ വരുതിയിലാക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ വിപണിയെ അതിന്റെ സ്വാഭാവികമായ പാതയിൽ വിട്ടുകൊണ്ട് സ്വന്തം ചിന്തകളിലും മനോഭാവത്തിലും മാറ്റം കൊണ്ടുവരാം. ഏതാണ് എളുപ്പം എന്ന് പറയേണ്ടതില്ലല്ലോ. എന്തുകൊണ്ടാണ് വളരെ ചുരുക്കം ആൾക്കാർ മാത്രം ട്രേഡിംഗിൽ വിജയിക്കുന്നത്? ചിക്കാഗോയിൽ ഫ്യൂച്ചർ മാഗസിൻ നടത്തിയ ഒരു സെമിനാറിൽ വെച്ച് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. തെറ്റായ കാരണങ്ങൾ കൊണ്ട് ട്രേഡിംഗ് നടത്താൻ ഇറങ്ങുന്നവരാണ് പരാജയപ്പെടുന്നത് എന്നൊരു അഭിപ്രായം ഉയർന്നു വന്നു. എന്തുകൊണ്ടാണ് ആൾക്കാർ ഓഹരി ട്രേഡിംഗ് മേഖലയിലേക്ക് കൂടുതലായി കടന്നുവരുന്നത്? പ്രധാനമായും ഈ മേഖലയിലുള്ള സ്വാതന്ത്ര്യമാണ് ആകർഷണ ഘടകം എന്നാണ് ലേഖകൻ പറയുന്നത്. സ്വയം തീരുമാനമെടുക്കാൻ പറ്റുന്ന, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടാത്ത മേഖലയാണ് ട്രേഡിംഗ്. അതുപോലെ ട്രേഡിംഗിൽ ബോണ്ടുകൾ, ഷെയറുകൾ, ഫ്യൂച്ചറുകൾ, ഓപ്ഷനുകൾ എന്നിങ്ങനെ പല സാധ്യതകളുണ്ട്. ഇവയുടെ വിവിധ പെർമിറ്റേഷൻ, കോമ്പിനേഷൻ നോക്കിയാൽ ഏതാണ്ട് 8 ബില്യൺ രീതിയിൽ വ്യാപാരം നടത്താം. അനന്തമായ സാധ്യതകൾ അനന്തമായ സ്വാതന്ത്ര്യത്തോടൊപ്പം വരുമ്പോൾ അത് വ്യക്തികൾക്ക് വളരെ യുണീക്കായ മാനസിക വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇത് നേരിടാൻ എല്ലാവർക്കും സാധിക്കില്ല. ഇത് ഒരു വെല്ലുവിളിയാണെന്ന് പോലും ആരും തിരിച്ചറിയില്ല. അവസരമായി മാത്രമേ അവർ കാണൂ. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും പുറത്തു കടക്കാൻ പ്രയാസമാണ്. അവസരങ്ങളിൽ നിന്നും ആരും രക്ഷപ്പെട്ടോടുകയില്ലല്ലോ. ഇഷ്ടം പോലെ സാധ്യതകൾ ഉള്ള ഒരു മേഖല, പക്ഷെ അതിന്റെ അനന്തമായ വൈവിധ്യം കൊണ്ട് അപകടം പിടിച്ചതാകുന്നു. അത്തരം സാഹചര്യത്തെ മറികടക്കണമെങ്കിൽ കൃത്യമായ മെന്റൽ റിസോഴ്സസ് വേണം. നമ്മുടെ വിദ്യാഭ്യാസത്തിനും ബുദ്ധിക്കും മുൻ വിജയങ്ങൾക്കുമപ്പുറം ചില മാനസികമായ മാറ്റങ്ങൾക്ക് മെന്റൽ അഡ്ജസ്റ്റ്മെന്റ്സ് തയ്യാറാവണം. നേരത്തെ നമ്മൾ പറഞ്ഞ അനന്തമായ സ്വാതന്ത്ര്യവും അത് നൽകുന്ന സാമ്പത്തികവും മാനസികവുമായ അപകടങ്ങൾക്കും ഇടയിലുള്ള ഒരു ബാലൻസ് ആണ് ആവശ്യം. ആ ബാലൻസ് നേടാൻ നമ്മുടെ മെന്റൽ സ്ട്രക്ചറിൽ ചില അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തണം. ഈ മെന്റൽ റീസ്ട്രക്ചറിംഗ് നിങ്ങളുടെ നിലവിലുള്ള വിശ്വാസങ്ങൾക്ക് എതിരാണെങ്കിൽ അത് നടപ്പിലാക്കാൻ പ്രയാസമാകും. നമ്മുടെ കൾച്ചറിനും രാജ്യത്തിനും സാഹചര്യങ്ങൾക്കുമെല്ലാം അതീതമായ ഒരു ക്വാളിറ്റിയാണ് ചെറുപ്പം മുതൽ നമുക്കുള്ള ആകാംക്ഷ അഥവാ ക്യൂരിയോസിറ്റി. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ക്യൂരിയോസിറ്റി ഉണ്ട്. പുതിയ കാര്യങ്ങൾ അറിയാൻ, പഠിക്കാൻ അവർക്ക് ആകാംക്ഷയുണ്ട്. ഈ ക്യൂരിയോസിറ്റിയിൽ നിന്നും നമ്മൾ താല്പര്യങ്ങൾ കണ്ടെത്തുന്നു. എല്ലാം അറിയാനുള്ള ആകാംക്ഷ നമുക്കുണ്ട്. പക്ഷെ ഓരോന്നിനോടും ഉള്ള താല്പര്യം വ്യത്യസ്തമായിരിക്കും. ചില കാര്യങ്ങളോട് നമുക്ക് അമിതമായ താല്പര്യം ഉണ്ടാകും. എന്നാൽ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം നമ്മുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായേക്കാം. സമൂഹം ചിലപ്പോൾ നമ്മുടെ താല്പര്യങ്ങൾ അംഗീകരിച്ചുവെന്ന് വരില്ല. അത് കുട്ടിക്കാലം മുതൽ എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ്. അതിൽ തൊടരുത്, ഓടരുത്, വീഴരുത്, കേറരുത് എന്നിങ്ങനെ അരുതുകൾ കേൾക്കാതെ വളർന്ന ആരും ഉണ്ടാകുകയില്ല. നമുക്ക് മനസ്സിൽ തോന്നുന്ന ആവശ്യങ്ങളും താല്പര്യങ്ങളും പൂർത്തീകരിക്കുന്നത് മനസ്സിലല്ല, പുറത്താണ്. അപ്പോൾ മെന്റൽ നീഡ്സിനെ അനുകൂലിക്കുന്ന എക്സ്റ്റീരിയർ എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഇന്നർ സ്റ്റേറ്റ് ഓഫ് ബാലൻസ് അല്ലെങ്കിൽ ആന്തരികമായ സന്തുലിതാവസ്ഥ ഉണ്ടാകും. നമ്മുടെ മാനസിക താല്പര്യങ്ങൾ അനുകൂലിക്കാത്ത ബാഹ്യ പരിസ്ഥിതിയാണ് ഉള്ളതെങ്കിൽ നമ്മുടെ ഇന്നർ ബാലൻസ് നഷ്ടപ്പെടും. ഫലമോ അസംതൃപ്തി, ദേഷ്യം, ഭയം, നിരാശ എന്നിങ്ങനെയുള്ള ഇമോഷണൽ പെയിനുകൾ, ബാഹ്യ സാഹചര്യങ്ങളുമായി ഒത്തുപോകാത്ത താല്പര്യങ്ങൾ നമുക്ക് മാനസികമായ ശൂന്യാവസ്ഥ സമ്മാനിക്കുന്നു.
ആ അവസ്ഥയിലേക്ക് കൂടുതൽ ആശയങ്ങളും നിർദ്ദേശങ്ങളും എന്നത് ചുറ്റുപാടുകൾ തന്നെ എതിർക്കുകയും ചെയ്യും. തുറന്ന മനസ്സാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഈ ആശയങ്ങളിൽ നിന്നും നല്ലത് സ്വീകരിക്കാൻ നിങ്ങൾക്കാകും. ട്രേഡിംഗിൽ വിജയിക്കാൻ നമുക്ക് നിയമങ്ങളും പരിധികളും ആവശ്യമാണ്. പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നേറിയാൽ വിജയിക്കാനാവും. വലിയ പരിക്കുകൾക്ക് എല്ലാ സാധ്യതയുമുള്ള മേഖലയാണ് ഓഹരി നിക്ഷേപം. അപ്പോൾ നിയമങ്ങൾ പാലിക്കാതെ റിസ്ക് കൂട്ടിയിട്ട് കാര്യമില്ല. പരിക്കേൽക്കാതെ സ്വയം രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വിപണി വാങ്ങാനും വിൽക്കാനുമുള്ള അവസരങ്ങൾ മുൻപിൽ വെച്ച് തരും. തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്. എടുക്കുന്ന തീരുമാനം തെറ്റാനിടയുണ്ട്. നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ചൂതുകളിയിൽ പോലും തുടക്കവും ഒടുക്കവുമുണ്ട്. നിയമങ്ങൾ ഉണ്ട്. ഓഹരി വിപണിയിൽ തുടക്കവും ഒടുക്കവും നിയമങ്ങളുമില്ല. പണം ഇറക്കുമ്പോൾ കളി തുടങ്ങുന്നു, പണം പിൻവലിക്കുമ്പോൾ കളി അവസാനിക്കുന്നു. പക്ഷേ അത് രണ്ടും എപ്പോൾ വേണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. പിൻവലിച്ചു പോകാതെയിരുന്നാൽ നിങ്ങൾ കളിയിൽ തുടരുകയാണ്. തോറ്റിട്ടില്ല. ബാഹ്യമായ ഒന്നും നിങ്ങളെ വിപണിയിൽ നിയന്ത്രിക്കുന്നില്ല. അതുതന്നെയാണ് ഓഹരി വിപണിയുടെ അനുഗ്രഹവും ശാപവും. അതുകൊണ്ട് ഓഹരി വിപണിയിൽ നിയന്ത്രിക്കേണ്ടത് സ്വയമാണ്. നിയമങ്ങൾ കൊണ്ടുവരേണ്ടതും അത് പാലിക്കേണ്ടതും വ്യക്തികളാണ്. സ്വയം നിയന്ത്രിക്കാനായി ചില നിയമങ്ങൾ ആവശ്യമാണെങ്കിലും അത് രൂപീകരിക്കാൻ പല ട്രേഡേഴ്സും മെനക്കെടാറില്ല. ട്രേഡർ പാലിക്കുന്ന പല നിയമങ്ങളും പൊതുവായി വിപണിയിൽ പാലിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിർദ്ദേശിച്ചതോ ആണ്. നിയമങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്, പക്ഷെ അവ നമ്മുടെ ഉള്ളിൽ രൂപീകരിക്കപ്പെട്ടവയല്ല. വളരെയധികം സ്വാതന്ത്ര്യമുള്ള ട്രേഡിംഗ് മേഖലയിൽ സ്വന്തമായി ചില നിയമങ്ങളുണ്ടാക്കി അതിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നത് ചിലപ്പോൾ അപ്രായോഗികമായി തോന്നിയേക്കാം. പക്ഷെ ആ മണി മാനേജ്മെന്റ് ഗൈഡ് ലൈൻസ് നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കത്തിന് അത്യാവശ്യമാണ്. ട്രേഡിംഗ് നിങ്ങൾക്ക് താല്പര്യമുള്ളപ്പോൾ തുടങ്ങാം, ഇഷ്ടമുള്ള അത്രയും നാൾ തുടരാം. സമയം വരുമ്പോൾ നിർത്താം. സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ ഫലം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ആ റിസൾട്ട് ഉൾക്കൊള്ളാനും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുമുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകണം. വളരെ ക്രമരഹിതമായി പ്രവർത്തിക്കുന്ന വിപണിയിൽ എങ്ങനെയാണ് നിയമങ്ങൾ കൊണ്ടുവരാനാകുക എന്ന് പലരും ചോദിച്ചേക്കാം. വിപണി അത്ര റാൻഡമായാണോ പ്രവർത്തിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വിപണിയിൽ കൺസിസ്റ്റൻസി അഥവാ സ്ഥിരത കാണുകയില്ല. സ്ഥിരതയില്ലെങ്കിൽ ഉത്തരവാദിത്തം കാണിക്കേണ്ട ആവശ്യവുമില്ല. അസ്ഥിരമായ ഒന്നിൽ എങ്ങനെയാണ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക? പക്ഷെ നമ്മുടെ അനുഭവങ്ങൾ പറയുന്നത് മറ്റൊന്നാണ്. വിപണിയുടെ ഒരേ സ്വഭാവ രീതികൾ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഓരോ ഇൻഡിവിജ്വൽ പാറ്റേണിന്റെയും ഫലം റാൻഡമാണെങ്കിലും പാറ്റേണുകളുടെ ഒരു ശ്രേണിയുടെ ആകെഫലം സ്ഥിരതയുള്ളതാണ്. പല ട്രേഡേഴ്സും വളരെ അധികം സമയമെടുത്ത് അവരുടെ അടുത്ത നീക്കം പ്ലാൻ ചെയ്യുകയും എന്നാൽ ആ പ്ലാനിൽ നിന്നും വിരുദ്ധമായി മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വളരെ സാധാരണമാണ്. കൂട്ടുകാരുടെയോ ഉപദേശകരുടെയോ സ്വാധീനം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ താൻ ആദ്യമെടുത്ത തീരുമാനമായിരുന്നു ശരിയെന്ന് പിന്നീട് തോന്നുകയും ചെയ്യും. സത്യത്തിൽ സ്വയം തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കാൻ പലർക്കും പേടിയാണ്. നഷ്ടം വന്നാൽ കൂട്ടുകാരെയോ ഉപദേശകരെയോ പഴിചാരി രക്ഷപ്പെടാനാണ് താല്പര്യം. പക്ഷേ നിക്ഷേപകരും വല്ലപ്പോഴും കിട്ടുന്ന നേട്ടത്തിൽ കുടുങ്ങിക്കിടക്കും. പല നഷ്ടങ്ങളും എന്നെങ്കിലും ലഭിച്ചേക്കാവുന്ന ലാഭം കൊണ്ട് മറികടക്കാം എന്ന അവ്യക്തതയിൽ അവർ വിശ്വസിക്കുന്നു. ഇത്തരം വിശ്വാസം നല്ലൊരു മെന്റൽ സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിൽ നിന്നും അവരെ തടയുന്നു. വിപണി അതിന്റെ മാർഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താനോ പോലും നമുക്കാവില്ല. നിങ്ങൾ വളരെ വലിയ ട്രേഡർ ആണെങ്കിൽ നിങ്ങളുടെ ഒരു വിൽപ്പനയോ വാങ്ങലോ മാർക്കറ്റിൽ വാർത്തയായേക്കാം. സാധാരണ ട്രേഡേഴ്സിനെ വിപണിക്ക് അറിയുക കൂടിയില്ല. എന്നാൽ നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാനാവും. സ്വയം നിയന്ത്രിക്കാൻ പഠിക്കുമ്പോൾ നമുക്ക് പറ്റുന്നത്ര വസ്തുനിഷ്ഠമായ വിവരങ്ങൾ മനസ്സിലാക്കാനും നല്ല മാനസികാന്തരീക്ഷം രൂപപ്പെടുത്താനും സ്വന്തം താല്പര്യത്തിന് അനുയോജ്യമായ രീതിയിൽ പെരുമാറാനും സാധിക്കും. ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും അത് പ്രായോഗികമാക്കാൻ വളരെ പ്രയാസമാണ്. പല കഥകളും കുറ്റങ്ങളും പറഞ്ഞ് നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാറുണ്ട്. എന്നാൽ ട്രേഡിംഗിന്റെ കാര്യത്തിൽ ഇത് നടക്കില്ല. ട്രേഡിംഗിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ മതിയാവൂ. ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പാഠം പഠിക്കണമെന്നാണ് ലേഖകൻ പറയുന്നത്. ട്രേഡിംഗിലെ നിങ്ങളുടെ വിജയത്തിൽ അല്ലെങ്കിൽ പരാജയത്തിൽ എങ്ങനെയെല്ലാം നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. എല്ലാ വിജയപരാജയങ്ങൾക്കും നിങ്ങൾ ഉത്തരവാദികളാകണമെന്ന് നിർബന്ധമില്ല. ഈ തരത്തിൽ ഉത്തരവാദിത്തം വളർത്തിയെടുത്താൽ മാത്രമേ വിജയം കൊയ്യുന്ന ട്രേഡർമാരുടെ കൂട്ടത്തിലേക്ക് നിങ്ങൾ എത്തുകയുള്ളൂ. സ്ഥിരമായി വിജയം നേടുന്ന ട്രേഡർ ഇല്ലെന്ന് തന്നെ പറയാമെങ്കിലും
അത്തരം ഒരാളായി മാറാൻ പരിശ്രമിക്കാൻ മടിക്കേണ്ടതില്ല. പുതിയ ഒരു ട്രേഡിംഗ് മനോഭാവം വളർത്തിയെടുക്കേണ്ടതുണ്ട്. വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു ട്രേഡറായി നിങ്ങൾ സ്വയം മാറേണ്ടതുണ്ട്. പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള നിങ്ങളുടെ താല്പര്യവും വിജയിക്കാനുള്ള അഭിവാജ്ഞയുമാണ് നിങ്ങളുടെ ആയുധം. സ്ഥിരമായി വിജയിക്കുന്ന ഒരു ട്രേഡർ എന്ന നിലയിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഒരു പുതിയ പതിപ്പ് സൃഷ്ടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വിശ്വാസങ്ങളും മനോഭാവങ്ങളും മാത്രമേ അതിനായി സഹായിക്കുകയുള്ളൂ. നിങ്ങളുടെ പരിശ്രമത്തിനുള്ള മാധ്യമം നിങ്ങളുടെ മാനസിക അന്തരീക്ഷമായിരിക്കും. ആത്യന്തികമായി ലക്ഷ്യം കൈവരിക്കുന്നതിന് ആവശ്യമായ വിശ്വാസങ്ങളും മനോഭാവങ്ങളും പുനർക്രമീകരിക്കാനും സ്ഥാപിക്കാനും നിങ്ങൾക്ക് കഴിയും. സ്ഥിരമായി വിജയിക്കുന്ന നിക്ഷേപകരെ പോലെ വേണം നിങ്ങൾ എപ്പോഴും ചിന്തിക്കാൻ. കൺസിസ്റ്റൻസി അഥവാ സ്ഥിരത എന്നത് പ്രധാനമാണ്. ചുറ്റിനുമുള്ള സാധ്യതകൾ മനസ്സിലാക്കാനും ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടാനും കൺസിസ്റ്റൻസി അത്യാവശ്യവുമാണ്. മികച്ച ട്രേഡർമാർ പല രീതിയിൽ യുണീക്കായി ചിന്തിക്കുന്നു. ഭയമില്ലാതെ പ്രവർത്തിക്കുകയും അതുവഴി പേടികൊണ്ടുണ്ടായേക്കാവുന്ന നഷ്ടങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു മെന്റൽ സ്ട്രക്ചർ ആണ് അവർക്കുള്ളത്. ഭയവും അതുകൊണ്ടുള്ള നഷ്ടവും അവർ വെർച്വലായി ഒഴിവാക്കുന്നു. ഈ രണ്ട് അടിസ്ഥാന കാര്യങ്ങൾ അവരെ സ്ഥിരനേട്ടങ്ങൾ കരസ്ഥമാക്കാൻ സഹായിക്കുന്നു. ഭയം ഒഴിവാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് വിജയത്തെ പക്വതയോടെ കൈകാര്യം ചെയ്യുക എന്നതും. തുടർച്ചയായ വിജയത്തിൽ അമിത ആഹ്ലാദമോ അഹങ്കാരമോ കാണിക്കാതെ പക്വതയോടെ കൈകാര്യം ചെയ്യുക. സ്ഥിരത നേടുന്നതിനായി ഒരു ട്രേഡേഴ്സ് മൈൻഡ് സെറ്റ് രൂപീകരിച്ച ശേഷം ഒരു ട്രേഡർ എന്ന നിലയിൽ ചിന്തിക്കുകയാണ് നല്ലത്. ട്രേഡർ വിപണിയെ പഠിക്കാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതിനു പകരം വിപണിയിലെ നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്നും എങ്ങനെ പണമുണ്ടാക്കാം എന്നാണ് ചിന്തിക്കുന്നത്. ഓഹരി വിപണിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്നതിനെ അടിസ്ഥാനമാക്കിയല്ല മാർക്കറ്റിലെ നിങ്ങളുടെ ലാഭനഷ്ടങ്ങൾ കണക്കാക്കുന്നത്. സ്ഥിരത എന്നത് ഒരു ടെക്നിക്കോ മാർക്കറ്റിനെ കുറിച്ചുള്ള അറിവോ അല്ല, അത് മാനസികമായ പ്രക്രിയയാണ്. വിശകലനത്തെക്കാളും സാങ്കേതികതയെക്കാളും മികച്ച ഫലങ്ങൾ നൽകുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അഥവാ മനോഭാവമാണ്. ആറ്റിറ്റ്യൂഡ് പ്രൊവൈഡ്സ് ബെറ്റർ ഓവറോൾ റിസൾട്ട്സ് ദാൻ അനാലിസിസ് ഓർ ടെക്നിക്സ്. തുല്യശക്തിയുള്ള രണ്ടുപേർ ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിൽ വിജയിക്കുക മികച്ച മനോഭാവം ഉള്ളയാളാവും. വിജയിക്കാൻ വേണ്ടത് നല്ലൊരു ആറ്റിറ്റ്യൂഡ് ആണ്. ഒരു വിജയിയുടെ ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കുക. കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുമെങ്കിലും ഫലങ്ങൾ നിങ്ങളെ വിശ്വസിപ്പിച്ചുകൊള്ളും. മടിക്കാതെ ഒരു വിജയിയുടെ മനോഭാവം സ്വീകരിക്കുക. നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു വിപണി എന്നത് സാധ്യമല്ല. അപ്പോൾ സത്യം എന്താണ്? എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ നഷ്ടം ഉണ്ടാകും. നഷ്ടമുണ്ടാകുന്നു എന്നതല്ല പ്രശ്നം, അതിനെ എങ്ങനെ നേരിടുന്നു എന്നതാണ് കാര്യം. നഷ്ടത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളണം. നഷ്ടം കൊണ്ടുവന്നത് വിപണിയല്ല, നിങ്ങളുടെ തീരുമാനങ്ങളാണ്. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അടുത്ത വ്യാപാരത്തിലേക്ക് കടക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റാനുള്ള ബാധ്യത ഓഹരി വിപണിക്കല്ല എന്ന് മനസ്സിലാക്കുക. അത് നമ്മൾ തന്നെ നേടിയെടുക്കേണ്ടതാണ്. വിപണിയെ ഒരു മാർഗമായി ഉപയോഗിക്കാമെന്നല്ലാതെ വിപണി നമ്മളോട് കടപ്പെട്ടിരിക്കുന്നില്ല. ട്രേഡിംഗ് നടത്തുന്ന എല്ലാവരും ലാഭം ആഗ്രഹിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ഒരാളുടെ നഷ്ടമാണ് മറ്റൊരാളുടെ ലാഭമായി പ്രതിഫലിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ട്രേഡിംഗ് നടത്തുന്ന വ്യക്തികളിൽ നിന്നും എന്തെങ്കിലും ലാഭം നേടാൻ പറ്റുമോ എന്ന് വിപണിയും മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും ലാഭം നേടാൻ കഴിയുമോ എന്ന് ട്രേഡേഴ്സും ചിന്തിക്കുന്നു. ഓഹരി വ്യാപാരത്തിൽ നഷ്ടമുണ്ടാകുമ്പോൾ നിങ്ങൾ വിപണിയെ പഴിച്ചിട്ട് കാര്യമില്ല. മറ്റ് ട്രേഡേഴ്സ് എല്ലാവരും ചേർന്ന് നിങ്ങൾക്ക് ലാഭമുണ്ടാക്കി നൽകാൻ ആവശ്യപ്പെടുന്നത് പോലെയാണിത്. അതുകൊണ്ട് നഷ്ടങ്ങളുടെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ രണ്ട് കുഴപ്പങ്ങൾ വന്നേക്കാം. ഒന്ന്, നിങ്ങൾ വിപണിയെ ശത്രുവായി കണ്ടു തുടങ്ങാൻ സാധ്യതയുണ്ട്. രണ്ട്, നിങ്ങൾ ഓഹരി വിപണിയെ കൂടുതൽ നന്നായി അനലൈസ് ചെയ്താൽ ഈ നഷ്ടം മറികടക്കാം എന്നൊരു തെറ്റിദ്ധാരണയും രൂപപ്പെട്ടേക്കാം. ഓഹരി വിപണിക്ക് നിങ്ങളെ അറിയില്ല, അത് അനന്തമായി ഒഴുകുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങാം, ഇഷ്ടമുള്ളപ്പോൾ തിരികെ കയറാം. എപ്പോൾ ഇറങ്ങി കയറുന്നു എന്നതിനനുസരിച്ചുള്ള ലാഭനഷ്ടങ്ങൾ നിങ്ങൾക്ക് വരുന്നു. അനന്തമായ സാധ്യതകളുടെ ഒഴുക്കാണ് ഓഹരി വിപണി. ആത്മവിശ്വാസത്തോടെ വിപണിയിലേക്ക് ഇറങ്ങുക. മാർക്കറ്റിന് എന്താണ് വേണ്ടത്? നിങ്ങളുടെ പണമാണ് വിപണിക്ക് ആവശ്യം. ആ പണം നിങ്ങൾ ഓഹരിയിൽ ഇറക്കുമ്പോൾ അവസരങ്ങൾ മുതലാക്കി അതിൽ നിന്നും ലാഭമുണ്ടാക്കേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇറക്കമുണ്ടെങ്കിൽ കയറ്റവുമുണ്ടെന്ന് പറയുന്നത് ഓഹരി വിപണിയുടെ കാര്യത്തിൽ സത്യമാണ്. കയറ്റിറക്കങ്ങൾ ഒരു പാറ്റേൺ പോലെ ആവർത്തിക്കുന്നതായി നമുക്ക് മനസ്സിലാകും. വളരെ ചുരുങ്ങിയ നാളുകൾ പരിഗണിക്കുമ്പോൾ ഇത് വ്യക്തമാകണമെന്നില്ല.
പക്ഷേ ഒരു കൺസിഡറബിൾ പീരിയഡ് എടുത്താൽ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് ഫോളോയിങ് എ പാറ്റേൺ. മാർക്കറ്റ് റിപ്പീറ്റ്സ് ദ സെയിം സിറ്റുവേഷൻ അഗെയിൻ ആൻഡ് അഗെയിൻ. പക്ഷേ അപ്പോഴും നഷ്ടമുണ്ടാവില്ല എന്ന് ഉറപ്പൊന്നുമില്ല. ഓഹരി വിപണിയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല, നല്ലതാണ്. പക്ഷേ എന്തുകൊണ്ട് പഠിക്കുന്നു എന്നതാണ് കാര്യം. പഠനം വിപണിയെ കീഴടക്കാനോ ലാഭമുണ്ടാക്കാനോ അല്ല, പകരം അത് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനുമാവണം. കുറെ നാൾ തുടർച്ചയായി ലാഭമുണ്ടാക്കിയ ഓഹരി നിക്ഷേപകരെ നോക്കിയാൽ അവർ വളരെ ലാഘവത്തോടെ നിക്ഷേപിക്കുന്നതും വിൽക്കുന്നതും കാണാനാവും. എന്നാൽ എന്നെങ്കിലും ഒരിക്കൽ നഷ്ടം വരുമ്പോൾ അവർ അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടും. വിജയത്തിന്റെ വഴിയിലേക്ക് മടങ്ങാൻ അവർ കൊതിക്കും. ലാഘവത്തോടെ വിപണിയെ കാണുന്നത് അവസാനിപ്പിച്ച് അമിതമായ കരുതലോടെ ഇടപെടാൻ തുടങ്ങും. പക്ഷേ സത്യത്തിൽ ഇത് പോസിറ്റീവ് സമീപനത്തിൽ നിന്നും നെഗറ്റീവ് സമീപനത്തിലേക്കുള്ള മാറ്റമാണ്. ലേഖകൻ പറയുന്നത് അമിതമായ കരുതലോ പഠനമോ കൂടാതെ വിപണിയെ സമീപിക്കാനാണ്. അത്യാവശ്യം ലാഘവത്തോടെ തന്നെ ട്രേഡിംഗ് നടത്തുക. ട്രേഡിംഗിൽ വിജയത്തിന്റെ പാത കണ്ടെത്താൻ കുറച്ച് സമയമെടുക്കും. എന്നാൽ ആദ്യം വേണ്ടത് വിജയിയുടെ ആറ്റിറ്റ്യൂഡ് ആണ്. ട്രേഡിംഗിൽ റിസൾട്ട് എന്താണെങ്കിലും അത് സ്വന്തം തീരുമാനങ്ങളുടെ പ്രതിഫലനമായി കാണാൻ സാധിക്കണം. മോശം ഫലങ്ങളാണെങ്കിൽ കൂടുതൽ നന്നായി ട്രേഡ് ചെയ്യാൻ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. നിങ്ങളുടെ കയ്യിലുള്ള പണം ഓഹരിയിൽ നിക്ഷേപിക്കാം, അല്ലെങ്കിൽ നിക്ഷേപിക്കാതെ കയ്യിൽ വെക്കാം. കയ്യിൽ വെച്ചു എന്ന് സങ്കല്പിക്കുക. ഒരു അവസരം വന്നിട്ടും നിങ്ങൾ അത് നിക്ഷേപിക്കുന്നില്ല. ആ ട്രേഡ് നടന്നിരുന്നുവെങ്കിൽ ലാഭം കിട്ടുമായിരുന്നു എന്ന് പിന്നീട് നിങ്ങൾ മനസ്സിലാക്കി എന്നിരിക്കട്ടെ. എന്തായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് തോട്ട്? കയ്യിൽ വെക്കാതെ നിക്ഷേപിക്കാമായിരുന്നു എന്ന് തന്നെയാവും. ഇനി അങ്ങനെ നിക്ഷേപിച്ചിട്ട് നഷ്ടം വന്നാലോ? മറിച്ച് തോന്നാം. നിക്ഷേപിച്ചാൽ ലാഭമോ നഷ്ടമോ വരും. കയ്യിൽ വെക്കാനാണെങ്കിൽ അത് അങ്ങനെയിരിക്കും, പ്രയോജനമുണ്ടാവില്ല. അപ്പോൾ പണം നിക്ഷേപിച്ചേ മതിയാവൂ. വിപണിയുടെ സൈക്കിൾ താഴ്ന്നു നിൽക്കുന്ന സമയത്ത് നിക്ഷേപിക്കാൻ ശ്രമിക്കുക. കയ്യിൽ പണം വെച്ചതുകൊണ്ട് കാര്യമില്ല എന്നതാണ് വാസ്തവം. വിന്നിംഗ് ആറ്റിറ്റ്യൂഡ് ഉള്ള ട്രേഡേഴ്സ് അത്തരത്തിൽ ഉള്ള ട്രേഡിംഗിൽ ഏർപ്പെടുകയും ഭൂരിപക്ഷ സമയത്തും ലാഭമുണ്ടാക്കുകയും ചെയ്യും. വിന്നിംഗ് ആറ്റിറ്റ്യൂഡിനൊപ്പം മാർക്കറ്റിനെക്കുറിച്ച് അടിസ്ഥാന വിവരവും വിപണിയിലെ മാറ്റങ്ങളും ചലനങ്ങളും അറിയുകയും ചെയ്യാമെങ്കിൽ തീർച്ചയായും അതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. ട്രേഡിംഗ് വിജയത്തിന്റെ ആണിക്കല് എന്ന് പറയുന്നത് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ധൈര്യമാണ്. വിപണി നിങ്ങൾക്കായി ഒന്നും ചെയ്യില്ല, നിങ്ങളെ തോൽപ്പിക്കാൻ മാർക്കറ്റിന് അജണ്ടയില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് ഇനി പഠിക്കാനുള്ളത് എന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യം വന്നു തുടങ്ങും. പുതിയൊരു പാത കണ്ടെത്തി സഞ്ചരിക്കാനുള്ള ആർജവം കൈവരും. എന്താണ് ഒരു മികച്ച ട്രേഡറിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്? മികച്ച ട്രേഡേഴ്സ് എന്ത് ചെയ്യുന്നു, എപ്പോൾ ചെയ്യുന്നു എന്നതിനല്ല പ്രാധാന്യം നൽകുന്നത്. പകരം അവർ ചെയ്തതിനെപ്പറ്റി പിന്നീട് എന്ത് ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം. ട്രേഡിംഗിൽ പ്രതിസന്ധികൾക്കുള്ള മരുന്നുള്ളത് നിങ്ങളുടെ മനസ്സിലാണ്. വളരെ യുണീക്കായ ചില തിങ്കിംഗ് സ്ട്രാറ്റജികളാണ് ട്രേഡിംഗിൽ കൺസിസ്റ്റൻസി കൊണ്ടുവരുന്നത്. ട്രേഡിംഗിൽ തുടർച്ചയായി ലാഭം നേടുന്നവരെ സംബന്ധിച്ച് ട്രേഡിംഗ് എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. വളരെ ആയാസരഹിതമായി പണമുണ്ടാക്കാൻ പറ്റിയ മേഖലയുമാണ്. എന്നാൽ അത് ആവർത്തിക്കുന്നത് എങ്ങനെയാണെന്നോ ട്രേഡിംഗിൽ മാസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്നോ ആർക്കും കൃത്യമായി അറിയില്ല. പണമുണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗമാണെന്ന് വിശ്വസിക്കുകയും എന്നാൽ അനുഭവത്തിൽ പലപ്പോഴും പണം നഷ്ടപ്പെടുകയും ചെയ്യുന്നത് കോൺട്രാഡിക്ടറി ആണല്ലോ. ഈ വിരോധാഭാസങ്ങൾക്കെല്ലാം ഉത്തരമെന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളിലാണെന്ന് ലേഖകൻ പറയുന്നു. നിങ്ങളുടെ വിശ്വാസവും ആറ്റിറ്റ്യൂഡും മൈൻഡ് സെറ്റും അനുസരിച്ച് ട്രേഡിംഗ് അനുഭവം വ്യത്യാസപ്പെടുന്നു. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ട്രേഡിംഗ് എന്നത് ആസ്വാദികരമായ അനുഭവമായി മാറും. നഷ്ടം വരുമ്പോൾ എങ്ങനെ നല്ല അനുഭവമാകുമെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ വിപണിയിലെ നഷ്ടങ്ങൾക്കുള്ള മറുപടി നിങ്ങളുടെ ഉള്ളിലല്ലാതെ പുറത്ത് അന്വേഷിച്ചാൽ കൂടുതൽ നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ. കൺസിസ്റ്റന്റ് ആവുക എന്നത് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒന്നാണ്. സ്ഥിരത ഉള്ളിലുള്ളവരാണ് വിജയിക്കുന്നത്. നിങ്ങളുടെ മികച്ച ട്രേഡുകൾ എടുത്തു നോക്കിയാൽ അതെല്ലാം സ്വാഭാവികമായി സംഭവിച്ചതാണ് എന്ന് മനസ്സിലാകും. അതൊരു ഫ്ലോയാണ്. ആ ഫ്ലോയിൽ നിങ്ങൾക്കെല്ലാം അറിയാൻ സാധിക്കും. വിജയം സ്വാഭാവികമായി സംഭവിക്കും. അതിനായി പ്രത്യേകം എഫേർട്ട് എടുക്കേണ്ടതായി വരുന്നില്ല. നിങ്ങൾ കാണേണ്ടത് കണ്ടു, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കി, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിച്ചു. അതിന്റെ ഫലമായി ലാഭമുണ്ടായി. അവസരങ്ങളുടെ ഒഴുക്കിൽ ആ ഫ്ലോയിൽ കൃത്യമായി ചെന്നെത്താൻ സാധിച്ചതാണ് വിജയത്തിനാധാരം. അവസരങ്ങൾ കണ്ടെത്താൻ തുറന്ന മനസ്സും പോസിറ്റീവ് ചിന്തയും ആവശ്യമാണ്. മികച്ച ട്രേഡേഴ്സ് മാർക്കറ്റിൽ നിന്നും ഒന്നും നേടിയെടുക്കാൻ ശ്രമിക്കുന്നില്ല. അവർ അവസരങ്ങളുടെ ഒഴുക്കിൽ പെട്ടുപോവുകയും സ്വാഭാവികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു.
എങ്ങനെയാണ് ഭയമില്ലാതെ തുറന്ന മനസ്സോടെ വ്യാപാരത്തിൽ ഇടപെടാനാവുക എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതിനുള്ള മറുപടി റിസ്കിനെ ഉൾക്കൊള്ളാൻ പഠിക്കുക എന്നതാണ്. നമ്മൾ മുൻ അധ്യായത്തിൽ പറഞ്ഞതുപോലെ ട്രേഡിംഗിന്റെ ഫലങ്ങൾ എന്തായാലും അത് ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കുക. ഭയപ്പെടുമ്പോൾ നിങ്ങളുടെ ചിന്തയെയും മനസ്ഥിതിയെയും അത് ബാധിക്കുകയും തുറന്ന മനസ്ഥിതി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുവഴി അവസരങ്ങൾ കാണാതെ പോവുകയും വീണ്ടും നഷ്ടമുണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ അവസരങ്ങൾക്കായി കണ്ണു തുറന്നിരിക്കുക. അവസരങ്ങൾ ഉള്ളപ്പോൾ നിങ്ങൾ അവൈലബിൾ ആയിരിക്കുക എന്നതാണ് പ്രധാനം. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡർ പറയും, വിപണിയിൽ നിങ്ങൾ നഷ്ടം വരുത്തുന്നത് കുറയ്ക്കുക, എന്നിട്ട് ആ ഒഴുക്കിനൊപ്പം നീങ്ങുക. കട്ട് യുവർ ലോസസ് ആൻഡ് ഗോ വിത്ത് ദ ഫ്ലോ. മുൻപേ പറഞ്ഞ പോലെ അവസരങ്ങൾ കണ്ടെത്താനായി ഒരു റിസീവിംഗ് മൈൻഡ് വേണം. നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും ലേഖകൻ സോഫ്റ്റ്വെയർ കോഡിനോടാണ് ഉപമിക്കുന്നത്. കോഡിംഗ് ചെയ്യുമ്പോൾ ഒരു ചെറിയ പിഴവുണ്ടായാൽ മതി അത് മുഴുവൻ തെറ്റിപ്പോകാൻ. ഒരു ക്യാരക്ടറിന്റെ പൊസിഷൻ മാറിക്കിടന്നാൽ പോലും കോഡ് തെറ്റും, സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യില്ല. ഇതിന്റെ മറുവശം ചിന്തിച്ചാൽ ചിലപ്പോഴെങ്കിലും ഒരു ചെറിയ തെറ്റിദ്ധരുത്തൽ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന്റെ പൊസിഷൻ ചെറുതായി മാറ്റിക്കൊടുത്താൽ തന്നെ കാര്യങ്ങൾ ശരിയാവും. ട്രേഡിംഗിൽ നമുക്ക് പല ഐഡിയകളും ചിന്തകളും കാണും. അതിൽ ചെറിയ തെറ്റുകളും കാണും. ഈ തെറ്റുകൾ തിരുത്താൻ തയ്യാറായാൽ നമുക്ക് വലിയ നേട്ടങ്ങൾ വരും. തെറ്റ് മനസ്സിലാക്കാൻ അനുഭവങ്ങൾ വേണം. അനുഭവങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടങ്ങളുടെ വില കൊടുക്കേണ്ടതായും വരും. അങ്ങനെ തെറ്റുതിരുത്തി പുതിയൊരു മാറ്റം വരുമ്പോൾ ഈ ബുദ്ധി എന്താ നേരത്തെ തോന്നാത്തത് എന്ന് ചിന്തിക്കും. ലേഖകൻ ഇതിനെ ആഹാ സിറ്റുവേഷൻ എന്ന് വിളിക്കുന്നു. വിപണിയിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള നേട്ടം നേടാൻ ധാരാളം മാർഗങ്ങളുണ്ട്. പക്ഷേ അതിനെല്ലാം മുൻപ് വേണ്ടത് നല്ലൊരു മനസ്സാണ്. ഫസ്റ്റ് യു ഷുഡ് ബി വില്ലിംഗ് ടു ഗെറ്റ് യുവർ മൈൻഡ് റൈറ്റ്. വിപണിയിൽ നിന്നും ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ നിങ്ങളെ ചിലപ്പോൾ ദുഃഖിപ്പിച്ചേക്കാം. എന്നാൽ അവ വെറും വാർത്തകളാണ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ആ ഇൻഫർമേഷൻ ഇമോഷണലായി കാണാതെ ലഭ്യമായ വിവരങ്ങൾ എങ്ങനെ നമുക്ക് അനുകൂലമാക്കാമെന്ന് ചിന്തിക്കുക. എല്ലാ വാർത്തകളും ഇൻഫർമേഷൻസും അവസരങ്ങളായി കാണാൻ സാധിക്കണം. നമ്മുടെ ചിന്ത, ഓർമ്മ എന്നിവയെല്ലാം എനർജി പാക്കറ്റുകളാണെന്നാണ് ലേഖകൻ പറയുന്നത്. കാരണം നമ്മുടെ ഓർമ്മയും ചിന്തയും ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ അനുഭവങ്ങളുമായാണ്. അനുഭവങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അവ നമ്മുടെ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ കണ്ട, കേട്ട, തൊട്ട, മണത്ത, രുചിച്ച കാര്യങ്ങളാണ് നമ്മുടെ അനുഭവങ്ങൾ. അവ ഇലക്ട്രിക് സിഗ്നലുകളായി നമ്മുടെ തലച്ചോറിൽ എത്തുന്നു. ഈ അനുഭവങ്ങളാണ് നമ്മളെ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നത്. ഓഹരി വിപണിയിൽ ഇടപെടുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ കാലം ഓർത്തു നോക്കിയാൽ വിപണിയെ സംബന്ധിച്ചുള്ള ഒരു ചാർട്ട് കണ്ടാൽ അവ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊന്ന് കണ്ടാൽ നിങ്ങളുടെ തലച്ചോർ കുറച്ച് വരകൾ കാണുമെന്നല്ലാതെ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനോ അനലൈസ് ചെയ്യാനോ നിൽക്കില്ല. എന്നാൽ ഓഹരി വിപണിയിൽ ഇടപെട്ടു തുടങ്ങിയ ശേഷം കാര്യങ്ങൾ മാറിത്തുടങ്ങും. വിപണി സംബന്ധമായ ഏതൊരു ചാർട്ടും വെറും വരകളായി കാണാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളുടെ തലച്ചോർ അവയെ ഇഴകീറി പരിശോധിച്ച് വിലയിരുത്താൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങളുടെ മുൻപിൽ വരുന്ന ഏതെങ്കിലും വിഷയം അല്ലെങ്കിൽ ഇൻഫർമേഷൻ നിങ്ങളുടെ തലച്ചോർ പ്രോസസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ആ മേഖലയിലുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഓഹരി വിപണിയിലെ വാർത്തകളും വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നത് അങ്ങനെ കണ്ടാൽ മതി. ഈ വിശകലനം കൊണ്ട് എങ്ങനെ നേട്ടമുണ്ടാക്കാം എന്നതിലേക്ക് ആ എനർജി ഫ്ലോ തിരിച്ചുവിടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ തലച്ചോറിന്റെ ഈ ഇന്റർപ്രിട്ടേഷന് ഒരു കുഴപ്പമുണ്ട്. അത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു നായ നിങ്ങൾക്കെതിരെ വരുന്നു എന്ന് വിചാരിക്കുക. നായയെ ഇഷ്ടമുള്ള നിങ്ങൾ അതിനെ തലോടുന്നു. അത് വാലാട്ടി നിൽക്കുന്നു. നിങ്ങൾ കയ്യിലുള്ള ബിസ്ക്കറ്റോ മറ്റോ നൽകി അതിനെ യാത്രയാക്കുന്നു എന്ന് കരുതുക. കുറച്ചു നടന്നപ്പോൾ അതാ മറ്റൊരു നായക്കുട്ടി വരുന്നു. അതിനും ബിസ്ക്കറ്റ് നൽകാമെന്നോർത്ത് നിങ്ങൾ ബാഗിൽ കൈയിട്ടപ്പോൾ തന്നെ ആ നായ ഓടിവന്ന് നിങ്ങളുടെ നേരെ നിന്ന് കുരയ്ക്കാൻ തുടങ്ങുകയും കടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എങ്ങനെയോ രക്ഷപ്പെട്ടോടിപ്പോകുന്നു. കടിയിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിൽ നടക്കുമ്പോൾ അതാ വരുന്നു മറ്റൊരു നായ. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആദ്യ ചിന്ത എന്തായിരിക്കും? ഉറപ്പായിട്ടും നെഗറ്റീവായിരിക്കും, ഭയമായിരിക്കും. നിങ്ങൾക്ക് രണ്ട് അനുഭവങ്ങളുണ്ട്. ഒന്ന് സ്നേഹമുള്ള നായയുടെയും മറ്റൊന്ന് കടിക്കാൻ ഓടിച്ച നായയുടെയും. പക്ഷേ തലച്ചോർ ഭയപ്പെട്ട അനുഭവത്തിന്റെ എനർജിയാവും മൂന്നാമതും ഒഴുക്കുക. ഇവിടെയാണ് നിങ്ങൾ ഭയത്തിന് അടിമപ്പെടാതെ വിവേകം ഉപയോഗിക്കേണ്ടത്. നല്ല അനുഭവം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാതിരിക്കുക.
മുൻ അനുഭവങ്ങൾ അല്ലാതെ പുതിയ ഒരു അനുഭവത്തിനുള്ള അവസരമാണ് ഇതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓഹരി വിപണിയിലെ ചലനങ്ങളായോ വാർത്തകളായോ ഈ നായകളെ നിങ്ങൾക്ക് കരുതാം. മുൻ അനുഭവങ്ങൾ വെച്ച് നെഗറ്റീവ് ചിന്തയിലേക്ക് തള്ളിവിടാൻ മനസ്സ് ശ്രമിക്കുമ്പോൾ വിവേകം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയണം. സാധാരണ ട്രേഡേഴ്സ് വ്യാപാരം നടത്തുമ്പോൾ അതിന്റെ റിസ്ക് അളക്കുന്നത് അടുത്ത നാളിൽ അവർ നടത്തിയ 2-3 ട്രേഡുകളുടെ അനുഭവത്തിൽ നിന്നാവും. എന്നാൽ മികച്ച ട്രേഡേഴ്സ് അവരുടെ പുതിയ വ്യാപാരങ്ങളെ തൊട്ടു മുൻപ് നടത്തിയവയുമായി താരതമ്യം ചെയ്യാറില്ല. പുതിയ വ്യാപാരത്തെ പുതിയതായി തന്നെ കാണാനും അത് അവസരങ്ങളുടെ ഒഴുക്കായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കാനുമാണ് മികച്ച ട്രേഡർ ശ്രമിക്കുക. അതിനെ നൗ മൊമെന്റ് ഓപ്പർച്യൂണിറ്റി ഫ്ലോ എന്ന് ലേഖകൻ വിളിക്കുന്നു. മികച്ച ട്രേഡേഴ്സ് അവരുടെ വ്യാപാരത്തിൽ ചെയ്യുന്ന ചില അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും 4 കാര്യങ്ങളാണ് ഉള്ളത്. 1. അവർ ഭയമില്ലാതെ ട്രേഡ് ചെയ്യുന്നു. ഭയമില്ല എന്നതുകൊണ്ട് തന്നെ അവർ അമിത ആവേശവും കാണിക്കുന്നില്ല. 2. മാർക്കറ്റ് എന്താണോ നൽകുന്നത് അതിനെ ഉൾക്കൊള്ളുന്നു. 3. നൗ മൂവ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഫ്ലോയിൽ പൂർണ്ണമായി ഫോക്കസ് ചെയ്തുകൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കുന്നു. 4. റിസൾട്ട് എന്താകുമെന്ന് അറിയാത്തപ്പോഴും ഫലം നമുക്ക് അനുകൂലമായിരിക്കും എന്ന വിശ്വാസത്തോടെ വിപണിയിൽ ഇടപെടുക. വിപണി നൽകുന്ന അവസരങ്ങൾ മൊമെന്ററിയാണ്. ആ സമയത്ത് അത് ഉപയോഗിക്കാൻ നമ്മൾ സജ്ജരായിരിക്കണം. എല്ലാ അവസരങ്ങളും കണ്ടെത്താനുള്ള ശേഷി നമുക്കുണ്ടാവണമെന്നില്ല. എന്നാൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക. അവ ശ്രദ്ധയിൽപ്പെടാൻ കാരണം തന്നെ അത് നമ്മുടെ ബുദ്ധിക്കും പരിമിതികൾക്കും ഉള്ളിൽ നിൽക്കുന്ന ഒന്നായതുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അത്തരം അവസരങ്ങൾ കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ മനസ്സും മാർക്കറ്റും സിങ്ക് ആകുന്നത് നിങ്ങൾക്ക് അറിയാനാവും. അങ്ങനെ സിങ്ക് ആവുന്നതിനെ ലേഖകൻ സോണിൽ എത്തിച്ചേർന്നു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഓഹരി വിപണിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് ഇത്. ഒരു കൂട്ടം പക്ഷികൾ ഒരേ സമയം ദിശ മാറ്റുന്നതുപോലെ. സോണിലുള്ള കളക്റ്റീവ് കോൺഷ്യസ്നസ് ഉള്ള ട്രേഡേഴ്സിന് വിപണി എങ്ങോട്ടാണ് പോകുന്നതെന്ന് മുൻകൂട്ടി അറിയാനാവും. അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാനുമാവും. ഇതെല്ലാം സാധിക്കണമെങ്കിൽ അവസരങ്ങൾ കണ്ടെത്തുന്ന നൗ മൂവ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഫ്ലോ കണ്ടെത്തുന്ന നല്ല ഫോക്കസ് ഉള്ള മനസ്സ് വേണം. വിപണിയിലുണ്ടാകുന്ന ഊഹാപോഹങ്ങളെക്കാൾ യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്താൻ സാധിക്കണം. അത്തരം സോണിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാലേ ഓഹരി വിപണിയിൽ നിങ്ങളുടേതായ ഇടം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ട്രേഡിംഗ് ഇൻ ദ സോൺ എന്ന് ഈ കൃതിക്ക് ലേഖകൻ പേരിടാൻ കാരണവും അതുതന്നെയാണ്. നമ്മുടെ തലച്ചോറിന്റെ ഇടതുഭാഗമാണ് യുക്തിസഹമായ ചിന്തകൾ ഉണർത്തുന്നത്. വലതുഭാഗം ക്രിയേറ്റീവ് സൈഡ് ആണ്. ഇത് നമ്മിൽ ബാലൻസ് ചെയ്യാൻ സാധിക്കണം. ക്രിയേറ്റീവ് സൈഡ് കൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളെ നമുക്ക് റാഷണൽ സൈഡ് കൊണ്ട് അളക്കാൻ സാധിക്കില്ല. അതുപോലെ മറിച്ചും കൂടുതൽ സമയവും നമ്മൾ ഉപയോഗിക്കുന്നത് റാഷണൽ ചിന്തകളാണ്. ക്രിയേറ്റീവ് സൈഡ് നൽകുന്ന ചിന്തകളെയും നിർദ്ദേശങ്ങളെയും പരിഗണിക്കാൻ നമുക്ക് പ്രത്യേക പരിശീലനം ആവശ്യമാണ്. ഉദാഹരണത്തിന് ക്രിയേറ്റീവ് സൈഡിന്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മളൊരു തീരുമാനം എടുക്കുന്നു എന്ന് കരുതുക. ആ ആക്ഷൻ നമ്മുടെ റാഷണൽ സൈഡ് വിലയിരുത്തും. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരും. അതുകൊണ്ടാണ് ചില തീരുമാനങ്ങൾ നടപ്പിലാക്കി കഴിയുമ്പോൾ നമുക്ക് മാനസിക സംഘർഷം അനുഭവപ്പെടുന്നത്. ഇതൊഴിവാക്കാൻ മാനസികമായ തയ്യാറെടുപ്പും പരിശീലനവും ആവശ്യമാണ്. ക്രിയേറ്റീവ് സൈഡിൽ നിന്നുകൊണ്ടുകൂടി പ്രവർത്തിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് സോണിൽ നിന്നും പുറത്തു പോകാതെ കർമ്മനിരതരാകാൻ കഴിയുകയുള്ളൂ. വ്യത്യസ്തമായ വിപണി സാഹചര്യങ്ങളെ നേരിടാൻ നമ്മുടെ ചിന്തയിലും പ്രവർത്തനശൈലിയിലും ചില മാറ്റങ്ങളും അഡ്ജസ്റ്റ്മെന്റുകളും നടത്തേണ്ടതായി വരും. വിവിധ സാഹചര്യങ്ങളുമായി അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ട്രേഡേഴ്സാണ് വിജയം കാണുക. ഏത് നിമിഷവും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നത് വിപണിയെ സംബന്ധിച്ച് വളരെ സത്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ മാർക്കറ്റിന്റെ വിവിധ കോമ്പണന്റുകളെ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഉദാഹരണത്തിന് ട്രേഡേഴ്സ്. വ്യാപാരികൾ വിപണിയുടെ പ്രധാന ഘടകമാണല്ലോ. അവർ ഓഹരികൾ വില കൂട്ടിയും കുറച്ചും ബീറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അവർ ഓഹരിയിൽ പല വിലയ്ക്ക് വിൽക്കൽ വാങ്ങലുകൾ നടത്തുന്നത്? പല കാരണങ്ങൾ ഉണ്ടാവാം. പ്രധാനമായും പണമുണ്ടാക്കാനാണെന്ന് പറയാം. പല തീരുമാനങ്ങൾ എടുത്ത് നിക്ഷേപകർ പ്രവർത്തിക്കുമ്പോഴും എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം ലാഭം നേടുക എന്നതാണ്. കൂടുതൽ വിലയ്ക്ക് വിൽക്കാമെന്നുള്ള പ്രതീക്ഷയിൽ അവർ ഓഹരികൾ വാങ്ങുന്നു. ലാഭം കിട്ടിയവർ വിൽക്കുന്നു. നഷ്ടത്തിൽ വിൽക്കുന്നവർ അതിലും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രേഡർമാരുടെ ഈ പല ചിന്തകളാണ് വിപണിയിൽ മൊത്തത്തിൽ പ്രതിഫലിക്കുന്നത്. വില കൂടുമെന്നും കുറയുമെന്നും പ്രതീക്ഷിക്കുന്ന 2 വിഭാഗം ട്രേഡർമാരാണ് വിപണിയെ നിയന്ത്രിക്കുന്നത്. അവർ ഒരേ ദിശയിൽ ചിന്തിച്ചാൽ വിപണി വിലമാറ്റമില്ലാതെ നിശ്ചലമാകും. വിപണി ലാഭത്തിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് മനസ്സിലാകുമ്പോൾ മടികൂടാതെ മികച്ച വ്യാപാരികൾ അവരുടെ നഷ്ടം കുറയ്ക്കാൻ നടപടി സ്വീകരിക്കുന്നു. വിപണി അവരുടെ വ്യാപാരത്തിന്റെ ദിശയിലേക്ക് പോകുമ്പോൾ
ലാഭം നേടുന്നതിനുള്ള ചിട്ടയായ മണി മാനേജ്മെന്റ് തന്ത്രം മികച്ച വ്യാപാരികൾ മെനയുന്നു. അപകട സാധ്യത മുൻകൂട്ടി മനസ്സിലാകാതെ വരിക, നഷ്ടം കുറയ്ക്കാൻ നടപടി സ്വീകരിക്കാതിരിക്കുക, ലാഭം എടുക്കാതിരിക്കുക എന്നിവയാണ് സാധാരണയായി വരുത്തുന്ന ട്രേഡിംഗ് പിഴവുകളിൽ 3 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വില കൂടുമെന്ന് വിശ്വസിക്കുന്ന വ്യാപാരികളും വില കുറയുമെന്ന് പ്രതീക്ഷിക്കുന്ന വ്യാപാരികളും തമ്മിലുള്ള വടംവലിയാണ് ഓഹരി വിപണി. ശക്തരായവർ വിജയിക്കുന്നു, വിപണി ആ ദിശയിലേക്ക് നീങ്ങുന്നു. ഇതാണ് നമുക്കറിയാവുന്ന കാര്യം. ഈ അറിവ് വെച്ച് കുറെയൊക്കെ കാര്യങ്ങൾ പ്രവചിക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ നിരവധി കാര്യങ്ങൾ നമുക്ക് അറിയാത്തതായുമുണ്ട്. എത്ര പേർ ഇപ്പോൾ വാങ്ങുമെന്നോ വിൽക്കുമെന്നോ ഏത് വിലയ്ക്കാണെന്നോ എന്നൊന്നും നമുക്കറിയില്ല. ഈ കാര്യങ്ങളും വിപണിയെ ബാധിക്കും. പക്ഷെ ഭൂരിപക്ഷം ട്രേഡർമാരും വിചാരിക്കുന്നത് അവർക്ക് വിപണിയിൽ അടുത്തതായി എന്ത് സംഭവിക്കും എന്നറിയാമെന്നാണ്. അതുകൊണ്ട് തന്നെ അവർ ആ 3 തെറ്റുകൾ ആവർത്തിക്കുന്നു. അവർ അപകട സാധ്യത മുൻകൂട്ടി മനസ്സിലാകാതെ പ്രവർത്തിക്കുന്നു, നഷ്ടം കുറയ്ക്കാൻ നടപടി സ്വീകരിക്കാതിരിക്കുന്നു, ലാഭം എടുക്കാതിരിക്കുന്നു. അവരുടെ ഈ രീതി മികച്ച വ്യാപാരികൾക്ക് കൂടുതൽ ലാഭത്തിനുള്ള അവസരങ്ങൾ നൽകുന്നു. ഓഹരി വിപണിയല്ലേ, എന്തും സംഭവിക്കാം എന്ന് വിചാരിച്ച് ആശ്വസിച്ചുകൊണ്ട് കടന്നു പോകുന്നവർ അവസരങ്ങൾ കാണാതെയും വരാം. സത്യത്തിൽ എന്തും സംഭവിക്കാം എന്നത് നമുക്ക് അനുകൂലമാക്കാം എന്ന് മാറി ചിന്തിച്ചാൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ. ട്രേഡിംഗ് വിജയത്തിൽ സ്ഥിരത നിലനിർത്താൻ വിപണിയുടെ സാധ്യതാ പഠനം അനിവാര്യമാണ്. അനിശ്ചിതത്വത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിൽ തുടർച്ചയായി നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നത് അബദ്ധമാണെന്നേ ഒറ്റ നോട്ടത്തിൽ തോന്നും. മൈക്രോ ലെവലിൽ നോക്കുമ്പോൾ അത് വിപണിയിൽ ഇടപെടുന്ന ഓരോ വ്യക്തികളുടെയും അനിശ്ചിതത്വത്തിന്റെയും പ്രവചനാതീതയുടെയും കഥയാണ്. എന്നാൽ മാക്രോ ലെവലിൽ നോക്കുമ്പോൾ നിരവധി ആൾക്കാരുടെ അനിശ്ചിതത്വം പരിഗണിക്കുമ്പോൾ സാധ്യതകളുടെ ഒരു പാറ്റേൺ തെളിഞ്ഞു വരുന്നതായി കാണാം. അപ്പോൾ പ്രവചനം ഒരു പരിധിവരെ സാധ്യമാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പാറ്റേൺ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, വ്യക്തികൾ ഒരേ സാഹചര്യത്തിൽ ഒരേപോലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതുകൊണ്ടാണ്. വിപണിയിലെ ഓരോ സാഹചര്യവും ഭൂരിപക്ഷം ട്രേഡേഴ്സും മുൻകാലങ്ങളിൽ അനുഭവിച്ചിട്ടുള്ളവയാണ്. അവർ ആ സാഹചര്യം വരുമ്പോൾ മുൻകാല അനുഭവം വെച്ച് തീരുമാനങ്ങൾ എടുക്കും. ഭൂരിപക്ഷം പേരും ഒരേ ആക്ഷൻ എടുക്കുമ്പോൾ പാറ്റേൺ കാണാൻ സാധിക്കും. പാറ്റേണുകൾ ആവർത്തിക്കുകയും ചെയ്യുന്നു. ട്രേഡിംഗ് പാറ്റേൺ കണ്ടെത്താനും മനസ്സിലാക്കാനും അനലിറ്റിക്കൽ ടൂളുകളാണ് ഉപയോഗിക്കുന്നത്. ട്രെൻഡ് ലൈൻസ്, മൂവിംഗ് ആവറേജസ്, ഓസ്കിലേറ്റേഴ്സ് അല്ലെങ്കിൽ റീട്രേസ്മെന്റ്സ് എല്ലാം ഇത്തരം ടൂളുകൾക്ക് ഉദാഹരണമാണ്. ബിഹേവിയറൽ പാറ്റേണുകൾക്ക് ഒരതിർവരമ്പ് നിശ്ചയിക്കാൻ അനലിറ്റിക്കൽ ടൂളുകൾ സഹായിക്കുന്നു. ഐഡന്റിഫൈ ചെയ്യപ്പെട്ട അത്തരം അതിർവരമ്പുകളും ക്രൈറ്റീരിയകളും വ്യാപാരികൾക്ക് ലഭ്യമായ മാർക്കറ്റ് വേരിയബിൾസ് ആണ്. ഈ മാർക്കറ്റ് വേരിയബിൾസിനോടുള്ള ട്രേഡർമാരുടെ പ്രതികരണമാണ് വിപണിയിൽ പ്രതിഫലിക്കുന്നത്. ഓരോ പാറ്റേണും ഒരു പർട്ടിക്കുലർ ട്രേഡറിന് അവസരമായി അനുഭവപ്പെടും. ഒന്നെങ്കിൽ അവർക്ക് കുറഞ്ഞ വിലയിൽ വാങ്ങാനുള്ള അവസരമാകാം, അല്ലെങ്കിൽ കൂടിയ വിലയിൽ വിൽക്കാനുള്ള സാധ്യതയാകാം. എന്തായാലും നേട്ടമുണ്ടാക്കാനുള്ള അവസരമാണ്. ഈ അവസരം അധികം സമയം കാണില്ല, കാരണം മറ്റ് ട്രേഡേഴ്സിന്റെ പെരുമാറ്റം അനുസരിച്ച് പാറ്റേൺ മാറിക്കൊണ്ടിരിക്കും. പാറ്റേൺ ആവർത്തിക്കുമെങ്കിലും അവയുടെ സ്ഥിരത വ്യത്യസ്തമായിരിക്കും. കാരണം പല വ്യാപാരികളുടെ പ്രവർത്തന ഫലമാണ് ഓരോ പാറ്റേണും. പക്ഷെ അവ ആവർത്തിക്കപ്പെടുമ്പോൾ മുൻപ് അതേ പാറ്റേണിന് കാരണക്കാരായവരല്ല അതിനു പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൺസിസ്റ്റൻസി മുൻപത്തെ പോലെ ആകണമെന്നില്ല. ലോകത്തെവിടെയെങ്കിലുമുള്ള ഒരു ട്രേഡർ മറ്റുള്ളവർ കാണുന്ന തരത്തിലല്ല ഭാവി വിപണിയെ കാണുന്നതെങ്കിൽ പോലും അത് വിപണിയിൽ പ്രതിഫലിക്കും എന്ന് ലേഖകൻ പറയുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, വിപണിയിലുള്ള ഓരോ സാഹചര്യവും ഒരേ സമയം ആവർത്തനവും എന്നാൽ പുതുമയുള്ളതുമാണ്. ഈ പ്രവർത്തന തത്വം മനസ്സിലാക്കി വേണം തീരുമാനങ്ങൾ എടുക്കാൻ. എന്തുകൊണ്ടാണ് പലരും നഷ്ടത്തിൽ എത്തിച്ചേരുന്നത്? അവർ എപ്പോഴും വിജയം മാത്രം പ്രതീക്ഷിക്കുന്നവരായതുകൊണ്ടാണ്. ഓരോ നീക്കവും ലാഭം കൊണ്ടുവരണമെന്ന് അവർ വിചാരിക്കുന്നു. ഓരോ ട്രേഡും സുനിശ്ചിതമായും ലാഭമാണെന്ന് അവർ കരുതുന്നു. എന്നാൽ മാർക്കറ്റിൽ ഉറപ്പുള്ള ഒരേ ഒരു കാര്യം ഒന്നിനും ഉറപ്പില്ല എന്നതാണ്. ഓരോ അവസരത്തിന്റെയും അനിശ്ചിതത്വവും യുണീക്നെസ്സും ഉൾക്കൊള്ളാനാവുമ്പോൾ നിങ്ങളുടെ നിരാശ പമ്പ കിടക്കും. നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന തരത്തിലുള്ള ട്രേഡിംഗിൽ നിന്നും നിങ്ങൾ പിന്മാറും. എല്ലാവരും വരുത്തുന്ന കോമൺ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാനാകും. ഏർപ്പെടുന്ന വ്യാപാരത്തിന്റെ റിസ്ക് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും പൊതുവായ തെറ്റ്. കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൽ ജയിക്കാൻ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടെന്ന്. ഇതേ അൺസർട്ടനിറ്റി ഓഹരിയുടെ കാര്യത്തിലും ഉണ്ടെന്ന് മനസ്സിലാക്കി റിസ്ക് വിലയിരുത്തി വേണം ട്രേഡിംഗ് നടത്താൻ. നമുക്കറിയാവുന്ന അളവുകോലുകൾ ഉപയോഗിച്ച് നിക്ഷേപക്ഷമമായി സാഹചര്യം വിലയിരുത്തുക.
എപ്പോഴും നമുക്ക് തോന്നുന്നതെല്ലാം ശരിയാകണമെന്നില്ല. അതുകൊണ്ട് സ്വയം കോൺട്രഡിക്റ്റ് ചെയ്യുക. സ്വന്തം തീരുമാനങ്ങൾ സ്വയം ചോദ്യം ചെയ്ത് തൃപ്തികരമായ ഉത്തരം ലഭിക്കുമ്പോൾ വിപണിയിൽ ഇടപെടുക. അയഥാർത്ഥമായ വിവരങ്ങളിൽ വിശ്വസിച്ച് ട്രേഡിംഗ് നടത്തി നഷ്ടത്തിൽ കലാശിക്കുന്നവരുണ്ട്. വിവരങ്ങൾ അഥവാ ഇൻഫർമേഷൻസ് ശരിയായി മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് ഇതിന് കാരണം. ലഭ്യമായ വിവരങ്ങളിൽ നിന്നാണ് നമുക്ക് പ്രതീക്ഷകൾ ഉണ്ടാകുന്നത്. എന്നാൽ ആ വിവരങ്ങൾ തെറ്റായി മനസ്സിലാക്കിയാൽ തെറ്റായ പ്രതീക്ഷകളും ഉണ്ടാകും. ലഭിക്കുന്ന വിവരങ്ങളെല്ലാം ശരിയായിരിക്കണമെന്നില്ലല്ലോ. നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് വിപരീത ദിശയിൽ വിപണി സഞ്ചരിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുന്നതിനു പകരം ആ സത്യം മറച്ചുവെച്ചുകൊണ്ട് വിപണി നിങ്ങൾക്ക് അനുകൂലമാണെന്ന് സ്വയം വിശ്വസിപ്പിച്ചുകൊണ്ട് മുൻപോട്ടു പോകുന്നത് അബദ്ധമാണ്. പലപ്പോഴും നമുക്ക് അനുകൂലമല്ലാത്ത ഇൻഫർമേഷൻസിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് സന്തോഷം നൽകുന്ന വിവരങ്ങൾ മാത്രം കണക്കിലെടുത്ത് പ്രവർത്തിക്കുന്നത് ട്രേഡിങ്ങിനെ പ്രതികൂലമായി ബാധിക്കുന്നു. വിപണിയിലെ വാർത്തകൾ ഓരോരുത്തരും സ്വീകരിക്കുന്നത് പല രീതിയിലാണ്. എല്ലാവരെയും ഒരുപോലെ എല്ലാ വിപണി വാർത്തകളും സ്വാധീനിക്കില്ല. അങ്ങനെ ഒരുപോലെ ബാധിച്ചാൽ എല്ലാവരും ഒരേ തീരുമാനമെടുത്ത് ഒരേ ദിശയിൽ നീങ്ങും. അങ്ങനെ സംഭവിക്കാറില്ലല്ലോ. ഓരോ വ്യക്തികളുടെയും മെന്റൽ ഫ്രെയിംവർക്ക് യുണീക്ക് ആണ്. വ്യത്യസ്തമായ ജനിതക ഘടകങ്ങളും സ്വഭാവ സവിശേഷതകളും വിഭിന്നമായ ആഗ്രഹങ്ങളുമാണ് വ്യക്തികൾക്കുള്ളത്. ഈ ആവശ്യങ്ങളോട് അല്ലെങ്കിൽ ആഗ്രഹങ്ങളോട് അവരുടെ ചുറ്റുപാടുകൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനനുസരിച്ച് അവരുടെ എക്സ്പീരിയൻസ് യുണീക്ക് ആയിരിക്കും. രണ്ടാമതായി, വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാണ് മാനസികമായി നമ്മൾ കടന്നു പോകുന്നത്. ഒരേ ശരീരഘടനയുണ്ടെങ്കിലും വ്യത്യസ്തമായ മാനസികാവസ്ഥയാണ് വ്യക്തികൾക്കുള്ളത്. ശരീരത്തിന്റെ ഫീലിംഗ്സ് ഒരേപോലെയായാലും മാനസികമായ അനുഭവങ്ങൾ ഓരോ വ്യക്തികളിലും ഡിഫറന്റ് ആയിരിക്കും. വിപണിയിൽ നിന്നും വാർത്തകൾ മാത്രമേ വരൂ, അല്ലാതെ മോശം വാർത്തയോ നല്ല വാർത്തയോ വരില്ല. നല്ലതും ചീത്തയുമാവുന്നത് ആ ഇൻഫർമേഷൻ നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വിലയിരുത്തുമ്പോഴാണ്. മനസ്സിന് ഒരു കുഴപ്പമുണ്ട്. മോശം വാർത്തകളെ ഒഴിവാക്കാൻ ശ്രമിക്കും, നല്ലതിലേക്ക് ശ്രദ്ധിക്കും. അതുകൊണ്ട് വാർത്തകളെ ഇൻഫർമേഷനായി മാത്രം സ്വീകരിക്കുക. നല്ലത് മോശം എന്നുള്ള വേർതിരിവ് നമ്മൾ വെക്കേണ്ടതില്ല. നമ്മുടെ നിബന്ധനകളിൽ നമ്മൾ കർക്കശവും എന്നാൽ നമ്മുടെ പ്രതീക്ഷകളിൽ വഴക്കമുള്ളവരുമായിരിക്കണം. നമ്മുടെ നിയമങ്ങളിൽ നാം കർക്കശമായിരിക്കണം. അതിലൂടെ നമുക്ക് ആത്മവിശ്വാസം നേടാനാകും. ആ ആത്മവിശ്വാസം പരിധികളില്ലാത്ത നമ്മെ സംരക്ഷിക്കും. വിപണി അതിന്റെ വീക്ഷണകോണിൽ നിന്ന് നമ്മോട് എന്താണ് ആശയവിനിമയം നടത്തുന്നതെന്ന് വ്യക്തതയോടും വസ്തുനിഷ്ഠതയോടും കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ പ്രതീക്ഷകളിൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം. സാധ്യതകളുടെ ലോകമാണ് വിപണി ഓരോ നിമിഷവും തുറന്നിടുന്നത്. എന്നാൽ അത് സാധ്യതയാണ്, പ്രോബബിലിറ്റി, ഉറപ്പില്ല എന്നർത്ഥം. ഈ സത്യം മനസ്സിലാക്കിയാൽ അമിത പ്രതീക്ഷകളുടെ ഭാരമില്ലാതെ നമുക്ക് ട്രേഡിംഗ് നടത്താനാകും. ചില നഷ്ടങ്ങൾ വിജയങ്ങൾക്ക് വേണ്ടി നൽകേണ്ടുന്ന വിലയാണെന്ന് കരുതണം. ആത്യന്തികമായി നോക്കുമ്പോൾ വിപണി എന്നത് ഉയർച്ച താഴ്ചകൾ കൊണ്ട് പാറ്റേൺ അല്ലെങ്കിൽ മാതൃക സൃഷ്ടിക്കുന്ന ഒരു സംവിധാനമാണ്. ടെക്നിക്കലായി നോക്കുമ്പോൾ ഈ പാറ്റേണുകളെ വിജയത്തിന്റെ മുനമ്പായി കാണാവുന്നതാണ്. ഏതെങ്കിലും ഒരു ദിശയിൽ വിപണി നീങ്ങുമെന്നുള്ള പ്രതീക്ഷയാണ് പാറ്റേണുകൾ നൽകുന്നത്. സത്യത്തിൽ ഓരോ പാറ്റേണുകളായി നോക്കുമ്പോൾ അവ വ്യത്യസ്തമായിരിക്കും. അത് വെച്ച് ദിശ പ്രവചിക്കാനാവില്ലെങ്കിലും ഒരു കൂട്ടം പാറ്റേണുകൾ വിലയിരുത്തുമ്പോൾ വിപണിയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ധാരണ ലഭിക്കും. ഓരോ പാറ്റേണിനും ഉത്തരവാദി ഒന്നോ ഒന്നിലധികമോ വ്യാപാരികളാണ്. ഇത് മറ്റ് വ്യാപാരികൾക്ക് അവസരങ്ങൾ നൽകുന്നു. ചുരുങ്ങിയ സമയം മാത്രം ലഭിക്കുന്ന ഈ അവസരത്തെ ലേഖകൻ നൗ മൂവ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് വിളിക്കുന്നു. അവിടെ ഭയപ്പെട്ടു നിൽക്കേണ്ട കാര്യമില്ല. അവസരം ഒരുക്കിയതും നമ്മളെപ്പോലുള്ള വ്യാപാരികളാണ്, വിപണിയല്ല. മാർക്കറ്റ് ഒരു മാധ്യമമായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. മാർക്കറ്റിൽ ഇനി എന്ത് നടക്കും എന്നെനിക്കറിയാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അബദ്ധമാണ്. വിപണിയിൽ നടക്കുന്നത് വ്യാപാരികളുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമാണ്. അത് പ്രവചിക്കാൻ അറിയുന്നവർ പറയുന്നത് അവർക്ക് എല്ലാ വ്യാപാരികളുടെയും മനസ്സ് വായിക്കാൻ കഴിയുമെന്നാണ്. എന്നാൽ സാധ്യമായത് എന്താണ്? വിപണിയുടെ ട്രെൻഡ് അല്ലെങ്കിൽ പാറ്റേൺ തിരിച്ചറിയാൻ കഴിയും. വിജയസാധ്യത മനസ്സിലാക്കാൻ സാധിക്കും. എത്രയധികം റിസ്ക് ഉണ്ട് ഒരു വ്യാപാരത്തിൽ എന്ന് ഏകദേശം മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ പ്ലാൻ എന്താണെന്നും എപ്പോൾ ലാഭം എടുത്ത് പിന്മാറണമെന്നും അറിയാൻ സാധിക്കും. ബാക്കി ഊഹങ്ങളൊക്കെ അവിശ്വസനീയമാണ്. നമ്മുടെ പ്രതീക്ഷയും പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചല്ല പ്രവചനങ്ങൾ നടത്തേണ്ടത്. മുൻപ് പറഞ്ഞതുപോലെ സ്വയം കോൺട്രഡിക്റ്റ് ചെയ്യുക. പ്രതീക്ഷയ്ക്ക് വിപരീതമായി സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളും പരിഗണിക്കുക. ചില സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രതീക്ഷയും വിപണിയുടെ പോക്കും ഒരേ ദിശയിലാണെന്ന് നമുക്ക് ബോധ്യമാവും.
അത്തരം സാഹചര്യം നല്ല അവസരങ്ങളാണ് ഉപയോഗിക്കുക. പണമുണ്ടാക്കുക എന്നതാണ് എല്ലാവരുടെയും ലക്ഷ്യം. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓഹരി ട്രേഡിംഗ് വഴി പണമുണ്ടാക്കാൻ മെന്റൽ സ്കിൽ ആവശ്യമാണ്. പണമുണ്ടാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് നിലനിർത്തുകയെന്നതും. അതിന് സ്കിൽ വേണം. ഈ സ്കില്ലുകൾ നേടാനുള്ള ഒരു ടൂളായി നമുക്ക് ട്രേഡിംഗ് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. സ്ഥിരത അഥവാ കൺസിസ്റ്റൻസി എന്നത് കെയർഫ്രീയും വസ്തുനിഷ്ഠവുമായ മാനസികാവസ്ഥയുടെ ഫലമാണ്. വിപണി നമുക്ക് വാഗ്ദാനം ചെയ്യുന്നതെന്തും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും നമ്മൾ സ്വയം സജ്ജമാകണം. കെയർഫ്രീ എന്ന് പറയുമ്പോൾ ആത്മവിശ്വാസമാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ അശ്രദ്ധമായ ഉല്ലാസമല്ല. വിപണിയിൽ നിന്നും ലഭിക്കുന്ന ഇൻഫർമേഷൻസിനെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ കെയർഫ്രീ മൈൻഡ് ഉള്ളപ്പോൾ സാധിക്കുന്നു. റിസ്ക് പൂർണ്ണമായി ഉൾക്കൊള്ളുമ്പോൾ ഭയവും ഭീഷണിയും ഒഴിവാക്കുന്നു. വിപണിയിൽ നിന്നുള്ള ഏതൊരു ഫലത്തെയും നിങ്ങൾക്ക് പീസ്ഫുള്ളായി നേരിടാൻ സാധിക്കും. അതിനായി വിപണിയുടെ എല്ലാ ഔട്ട്കമ്മിനെയും മാർക്കറ്റിന്റെ പഞ്ചസത്യങ്ങളുമായി ബന്ധപ്പെടുത്തി കാണുക. പഞ്ചസത്യങ്ങൾ എന്തൊക്കെയാണ്? ഓർത്തെടുത്തു നോക്കാം. 1. ഓഹരി വിപണിയിൽ എന്തും സംഭവിക്കാം. 2. ലാഭം നേടുന്നതിനായി വിപണിയിൽ അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയേണ്ടത് അത്യാവശ്യമല്ല. 3. വിജയസാധ്യതയ്ക്കായുള്ള പല വേരിയബിളുകൾക്കിടയിൽ ജയപരാജയ സാധ്യതകളുടെ ക്രമരഹിതമായ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. വിജയസാധ്യത കാണുമ്പോഴും പിന്നിൽ പരാജയം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് സാരം. സാധ്യതകളെ എഡ്ജ് എന്ന് വിളിക്കാം. 4. ഒരു എഡ്ജ് എന്നത് ഒരു കാര്യം മറ്റൊന്നിന് മുകളിൽ സംഭവിക്കാനുള്ള ഉയർന്ന സാധ്യതയുടെ സൂചനയാണ്. സാധ്യതയേക്കാൾ കൂടുതൽ വിജയിക്കാനുള്ള സാധ്യതയാണെങ്കിൽ അത് വിന്നിംഗ് എഡ്ജ് ആണ്. 5. വിപണിയിലെ ഓരോ നിമിഷവും അതുല്യമാണ്, അതായത് യുണീക്ക് ആണ്. ഈ 5 കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ വിപണിയിൽ സംഭവിക്കുന്ന ഓരോ കാര്യവും നിങ്ങൾക്ക് മനസ്സിലാകും. അതുവഴി നഷ്ടങ്ങൾക്ക് മാർക്കറ്റിനെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുകയും ഓഹരി വ്യാപാരത്തിലെ ഇമോഷണൽ റിസ്ക് ഒഴിവാക്കുകയും ചെയ്യാം. ഒരു ട്രേഡ് നടത്തുമ്പോൾ അതിനോട് വിപണി എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് നോക്കേണ്ടത്. അതിന്റെ ഫലമാണ് ലാഭനഷ്ടങ്ങൾ. ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ നമുക്ക് അനുകൂലമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ വ്യാപാരം നമ്മൾ നടത്തുന്നതെങ്കിലും വിധി മറ്റൊന്നായാലും അത് മനസ്സിലാക്കാനുള്ള ആർജവം നമുക്കുണ്ടാവണം. ഇനി ആ ട്രേഡിൽ നിന്നും പ്രതീക്ഷിക്കുന്ന നേട്ടം കൈവരുമ്പോൾ അതിൽ നിന്നും ലാഭമെടുത്ത് പിന്മാറാനും തയ്യാറാവണം. വിപണി നമുക്ക് നൽകുന്നത് സന്തോഷത്തോടെ സ്വീകരിച്ച് അടുത്ത എഡ്ജിനായി കാത്തിരിക്കുകയാണ് നല്ലൊരു ട്രേഡറുടെ ധർമ്മം. വിപണിയുടെ ആ പഞ്ചസത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ അറിവുകളായി മാറണം. ഓരോ പുതിയ അറിവുകൾക്കും മറികടക്കാനാവാത്ത വിധം ശക്തമായി ഈ സത്യങ്ങൾ ഉള്ളിൽ പതിയണം. നമ്മുടെ മനസ്സിന് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും നോ മൂമെന്റ് കാണാനുമുള്ള കഴിവ് താരതമ്യേന കുറവാണ്. എന്നാൽ ഈ കുറവുകൾ ട്രെയിനിങ്ങുകൾ കൊണ്ട് നികത്തിയെടുക്കാവുന്നതേയുള്ളൂ. അതുപോലെ ഈ പഞ്ചസത്യങ്ങൾക്ക് വിപരീതമായി പല വിശ്വാസങ്ങൾ നിങ്ങൾക്കുള്ളിൽ നിലവിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും. അത് മാറ്റിയെടുക്കാൻ അധിക എഫർട്ട് ആവശ്യമായി വരും. ഉദാഹരണത്തിന്, ഏറെ നാളുകളായി വിപണിയിലെ മാറ്റങ്ങളെ നിരീക്ഷിച്ചു പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് നിർത്താൻ പ്രയാസമായിരിക്കും. ചിലർക്ക് പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ എളുപ്പമായിരിക്കും. ചെറിയ മാറ്റങ്ങൾ കൊണ്ട് അവർക്ക് കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പറ്റും. എന്നാൽ ഭൂരിപക്ഷം പേർക്കും ഈ 5 സത്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ വളരെ നല്ല പരിശ്രമം ആവശ്യമായി വന്നേക്കാം. അനുഭവങ്ങൾ അവയുടെ പ്രാധാന്യം കൊണ്ട് വാക്കുകളായി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ മാറ്റിയെടുത്തവ ഒരു കോൺസെപ്റ്റായി പരിണമിക്കും. അത്തരം കോൺസെപ്റ്റുകളാണ് പിന്നീട് മാർഗദർശിയായി പ്രവർത്തിക്കുന്നത്. ആഴത്തിൽ പതിഞ്ഞുപോയ ഇത്തരം കോൺസെപ്റ്റുകളാണ് പലപ്പോഴും നമ്മുടെ ദുഃഖങ്ങൾക്ക് കാരണം. ജനിക്കുമ്പോൾ വളരെ ശൂന്യമായ മനസ്സുമായാണ് നമ്മൾ ജനിക്കുന്നത്. എന്നാൽ നമ്മുടെ അനുഭവങ്ങൾ മനസ്സിൽ പല സ്ഥായിയായ വിവരങ്ങളും നിറയ്ക്കുന്നു. ആ വിവരങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ പിന്നീട് ജീവിക്കുന്നത്. ഇതിൽ തെറ്റായ വിവരങ്ങളും കണ്ടേക്കാം. അവ നമ്മൾ വളരെ വൈകിയേ തിരിച്ചറിയാൻ വഴിയുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ നിലവിലുള്ള കോൺസെപ്റ്റുകളെല്ലാം ചോർത്തിക്കളഞ്ഞതിന് ശേഷം മറ്റൊരു തരത്തിൽ പ്രോഗ്രാം ചെയ്തെടുത്താൽ വളരെ വ്യത്യസ്തമായ ജീവിതാനുഭവമാകും ഉണ്ടാവുക. കാരണം നമ്മുടെ വിശ്വാസങ്ങളാണ് നമ്മുടെ ജീവിതത്തിന് ഷേപ്പ് നൽകുന്നത്. നമ്മുടെ ചിന്തയും ഇടപെടലും തീരുമാനങ്ങളും നമ്മുടെ ഉള്ളിലെ വിശ്വാസങ്ങൾക്ക് അനുസൃതമാണ്. നമ്മുടെ പ്രതീക്ഷകളും സത്യത്തിൽ നമുക്കറിയാവുന്ന കോൺസെപ്റ്റിൽ നിന്നും വരുന്നവയാണ്. പുതിയതായി ഒന്നും പ്രതീക്ഷിക്കാൻ നമുക്കറിയില്ല. ഓൾറെഡി നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഭാവിയിൽ നടന്നേക്കാം എന്ന് കരുതുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. നമുക്ക് അറിയാത്തതൊന്നും സംഭവിക്കില്ല എന്ന് കരുതാനാവുമോ? അപ്പോൾ പ്രതീക്ഷകൾ കൊണ്ട് എന്താണ് കാര്യം? അതുപോലെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതും മനസ്സിലാക്കുന്നതും നമ്മുടെ ഉള്ളിലെ വിശ്വാസങ്ങളും കോൺസെപ്റ്റുകളും അനുസരിച്ചായിരിക്കും.
നമ്മുടെ പ്രവൃത്തികൾ നിശ്ചയിക്കുന്നതും അതിന്റെ ഫലങ്ങളെ വിലയിരുത്തുന്നതും നമ്മുടെ വിശ്വാസങ്ങൾക്കനുസൃതമായാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കാലാകാലങ്ങളായുള്ള അനുഭവങ്ങളിൽ നിന്നും നാം പഠിച്ച പാഠങ്ങളാണ്. അതിനപ്പുറം ഒന്നുമില്ല എന്ന് അറിഞ്ഞോ അറിയാതെയോ നാം കരുതുന്നു. 1987 ചിക്കാഗോ ടെലിവിഷൻ നടത്തിയ ഒരു പരസ്യ പ്രചാരണത്തിന്റെ ഭാഗമായി തിരക്കുള്ള നഗരത്തിൽ ഒരാൾ ഒരു പ്ലക്കാർഡ് മേന്തി നിന്നു. ഫ്രീ മണി ഓൺലി ഫോർ ടുഡേ എന്നായിരുന്നു ആ ബോർഡിൽ എഴുതിയിരുന്നത്. ഇന്ന് ഒരു ദിവസം സൗജന്യമായി പണം നേടാം എന്നെഴുതിയ ബോർഡും തൂക്കി നടന്ന ആ മനുഷ്യന്റെ അടുത്തേക്ക് ആരും പണം ചോദിച്ചു വന്നില്ല. ധാരാളം പണം കമ്പനി അയാളുടെ കൈവശം കൊടുത്തിരുന്നു. ആര് ചോദിച്ചാലും നൽകാനും പറഞ്ഞിരുന്നു. പക്ഷെ ജനങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ആരും വെറുതെ പണം നൽകുകയില്ല. അതിനാൽ ആരും അയാളെ സമീപിച്ചതുമില്ല. തങ്ങളുടെ അടിസ്ഥാന വിശ്വാസത്തിനെതിരായുള്ള ഒരു കാര്യവും ജനങ്ങൾ ഉൾക്കൊള്ളാൻ ധൈര്യം കാണിക്കാറില്ല. നമ്മുടെ വിശ്വാസങ്ങളും യാഥാർത്ഥ്യവും ഒന്നാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ കോൺസെപ്റ്റുകൾ തെറ്റാം. അപ്പോൾ പിന്നെ എന്താണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ സത്യം? നമ്മുടെ പ്രവൃത്തികളോട് ചുറ്റുപാടുകൾക്ക് അല്ലെങ്കിൽ എൻവയോൺമെന്റിന് പല കോമ്പിനേഷനിൽ പ്രതികരിക്കാം. അതിൽ നമുക്ക് മനസ്സിലാകുന്നവയും അല്ലാത്തവയും ഉണ്ടാകും. ഏതൊക്കെ രീതിയിൽ എൻവയോൺമെന്റ് പ്രതികരിക്കും എന്ന് നമുക്ക് അളക്കാനാവില്ല. വളരെ ചുരുക്കം ചില സാധ്യതകൾ മനസ്സിലാക്കാം എന്നേയുള്ളൂ. മേൽ പറഞ്ഞത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ എല്ലാം കൃത്യമാവുകയും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കാത്തിടത്തോളം കാലം നമ്മുടെ വിശ്വാസങ്ങൾക്കും കോൺസെപ്റ്റുകൾക്കും അപ്പുറം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഉൾക്കൊള്ളേണ്ടി വരും. അപ്പോൾ എന്താണ് സത്യം? എന്താണോ സംഭവിക്കുന്നത് അതാണ് സത്യം. നമുക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സത്യം ഉൾക്കൊണ്ടേ തീരും. അതുവഴി ചുറ്റുപാടുകൾക്ക് അനുസൃതമായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കുന്നു. എപ്പോൾ എങ്ങനെ എന്ത് പ്രവർത്തിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഒപ്പം നമ്മുടെ പ്രതീക്ഷകളും ഫലങ്ങളുമായുള്ള അന്തരം മനസ്സിലാക്കിയ ശേഷം നടപടികൾ തീരുമാനിക്കാൻ കഴിയുന്നു. അതിനുശേഷം നടപടികളുടെ ഫലങ്ങളെ എങ്ങനെ വിലയിരുത്തണമെന്ന് പഠിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വിശ്വാസങ്ങളെക്കാൾ വിശ്വസിക്കേണ്ടത് സത്യങ്ങളെയാണ്. സത്യത്തെ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ കാര്യങ്ങൾ മെച്ചപ്പെടും. ഓഹരി വിപണിയുടെ കാര്യത്തിലും ഇത് സത്യമാണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വളരെ കുറവും പഠിച്ചെടുക്കാനുള്ളത് ഏറെയുമാണ്. എന്നാൽ അനന്തമായി പഠിച്ചുകൊണ്ടിരിക്കാൻ മനുഷ്യ മനസ്സിന് മടിയാണ്. ഉള്ള മുറിയറിവുകൾ വെച്ച് ജീവിതം തള്ളി നീക്കുകയാണ് നമ്മളിൽ ഏറെ പേരും. അറിവുകൾ തമ്മിലുള്ള ചേർച്ചക്കുറവുകളാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വഴക്കുകൾ മുതൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് വരെ അടിസ്ഥാന കാരണം. ഓരോരുത്തരും തങ്ങളുടെ അറിവ് അല്ലെങ്കിൽ ധാരണ മാത്രമാണ് ശരിയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? മറ്റുള്ളവർ അവരെ അംഗീകരിക്കണം എന്നാണ്. ആരും എതിർക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ അതേ ചിന്താഗതികളുള്ളവരുടെ കൂടെ സമയം ചിലവഴിക്കാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. അറിവിനും വിശ്വാസത്തിനും ചില അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. അതിലൂന്നിയാണ് അവ പ്രവർത്തിക്കുന്നത്. ഒന്ന്, നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ അവയുടേതായ മറ്റൊരു ജീവിതം തുടങ്ങുന്ന പോലെയാണ് പലപ്പോഴും അനുഭവപ്പെടുന്നത്. അവയെ എതിർക്കുന്ന എല്ലാ മാറ്റങ്ങളെയും ആ വിശ്വാസങ്ങൾ ഒഴിവാക്കും. 2, എല്ലാ ആക്റ്റീവ് വിശ്വാസങ്ങളും എക്സ്പ്രഷൻ ഡിമാൻഡ് ചെയ്യുന്നു. 3, വിശ്വാസങ്ങൾ നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിഗണിക്കാതെ അവയുടെ ജോലി ചെയ്യുന്നു. വിശ്വാസങ്ങൾ എനർജി പോലെയാണ്. അവ ഇല്ലാതാക്കാൻ പറ്റില്ല. നമ്മുടെ വിശ്വാസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് പ്രായോഗികം. ഒരു കാര്യം നമ്മളെ നശിപ്പിക്കുകയോ തകർക്കുകയോ ചെയ്യുമെന്ന് മനസ്സിലായാൽ നാം എന്താണ് ചെയ്യുക? തീർച്ചയായും അതിനെ തടയാൻ ശ്രമിക്കും, അല്ലേ? കഴിയുമെങ്കിൽ അതിനെ തിരിച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ നമ്മൾ ശ്രമിക്കും. ചിലപ്പോൾ മുൻപുള്ളതിനേക്കാൾ കൂടുതൽ ശക്തിയും ആത്മവിശ്വാസവും നമ്മൾ കൈവരിച്ചെന്നിരിക്കും. വ്യക്തികളുടെ വിശ്വാസങ്ങളാണ് അവരുടെ ഐഡന്റിറ്റി എന്ന് പറയാം. എന്നാൽ ത്രട്ടൻ ചെയ്താൽ അവർ ഐഡന്റിറ്റി വിട്ട് പെരുമാറില്ല എന്ന് ഉറപ്പു പറയാനാവില്ല. ഇനി വിശ്വാസങ്ങൾ ഇല്ല എന്ന നിലയിൽ പെരുമാറിയാലും പ്രശ്നങ്ങൾ വരും. നമ്മളെ കാണുന്ന പരിചയമുള്ള എല്ലാവരും പരിചയം നടിക്കുകയും അഭിസംബോധന ചെയ്യുകയോ പുഞ്ചിരിക്കുകയോ ചെയ്യുമെന്നതാണ് നമ്മുടെ വിശ്വാസം. എന്നാൽ ഒരു ദിവസം ആരും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കരുതുക. നമ്മുടെ സാന്നിധ്യം ഉള്ളതായി പോലും ആരും ഭാവിക്കുന്നില്ല എങ്കിൽ എത്ര നേരം നിങ്ങൾ നോർമലായി പെരുമാറും? അപ്പോൾ 2 എക്സ്ട്രീം കണ്ടീഷനിലും വിശ്വാസത്തിന് ഘടകവിരുദ്ധമായുള്ള പ്രവർത്തനം ദോഷകരമായ ഫലം കൊണ്ടുവന്നേക്കാം. വളരെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണിത്. സാവധാനം വിശ്വാസങ്ങളെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ തന്നെ അവശേഷിക്കുമ്പോഴും അതിന്റെ ശക്തി നിങ്ങൾക്ക് ചോർത്തിക്കളയാനാവും. അപ്പോൾ പുതിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് മാനസികമായ എതിർപ്പില്ലാതെ സ്വീകരിക്കാൻ സാധിക്കും. ചെറുപ്പത്തിൽ നമ്മൾ ഓണത്തിന് മാവേലി വരുമെന്നും
ക്രിസ്മസിന് സാന്റാക്ലോസ് വരുമെന്നും വിശ്വസിച്ചിരുന്നതിന്റെ ശക്തി വലുതായപ്പോൾ ചോർന്നു പോയിട്ടില്ലേ? അതുപോലെ ചെയ്യാവുന്നതാണ്. വിശ്വാസം അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് നിലനിർത്തിക്കൊണ്ട് എനർജി ഇല്ലാതാകുന്നു. മാവേലി വരില്ല എന്ന് നമ്മുടെ ചെറുപ്പത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നാം കുറച്ച് മടി കാണിച്ചേനെ. എന്നാൽ ഇപ്പോൾ ഈ കൃതി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് ഒന്ന് പുറത്തേക്ക് വരൂ, മാവേലി നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിച്ചു തള്ളും. എല്ലാ വിശ്വാസങ്ങളും അങ്ങനെയാണ്. പക്വതയോടെ സമീപിച്ചാൽ വിശ്വാസങ്ങൾക്ക് എതിരായുള്ള പുതിയ കാര്യങ്ങളും ഉൾക്കൊള്ളാനാവും. നമ്മുടെ വിശ്വാസങ്ങളിലെ ശക്തി ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പറിച്ചു നടുക വഴി കൂടുതൽ അവസരങ്ങളും അറിവുകളും നേടാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ വിശ്വാസങ്ങളെ ആക്റ്റീവ് എന്നും ഇനാക്റ്റീവ് എന്നും രണ്ടായി തരംതിരിക്കാം. എനർജി ഉള്ള വിശ്വാസങ്ങൾ ആക്റ്റീവ് ആണെന്ന് പറയാം. ആക്റ്റീവായവയ്ക്ക് ശക്തി ഉള്ളതുകൊണ്ട് തന്നെ അവയെയാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുക. മനസ്സിനെ ഈ തരത്തിൽ ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ക്രിയേറ്റീവ് മൈൻഡ് ആക്റ്റീവ് ആകും. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത റാഷണൽ തിങ്കിങ് മാത്രമുള്ള അവസ്ഥയിൽ മാറ്റമുണ്ടാകും. നമ്മുടെ വിശ്വാസങ്ങൾക്ക് അപ്പുറമുള്ള ഏതൊരു പുതുചിന്തയും ക്രിയേറ്റീവ് ആണ്. മാർക്കറ്റ് ഇൻഫർമേഷൻസിനെ ഭയത്തോടുകൂടി സമീപിക്കുന്നതുകൊണ്ടാണ് അടുത്ത ട്രേഡ് എന്നത് മറ്റേതൊരു വ്യാപാരവും പോലെ മറ്റൊരു ഇടപാടായി മാത്രം കാണാൻ സാധിക്കാതെ വരുന്നത്. എന്തുകൊണ്ടാണ് ഇൻഫർമേഷൻസിനെ നമ്മൾ ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അമിത പ്രതീക്ഷകൾ കൊണ്ടാണ്. പ്രതീക്ഷകൾക്ക് വിപരീതമായ വാർത്തകൾ വിപണിയിൽ നിന്നും വരുമ്പോൾ അത് നമ്മളെ അസ്വസ്ഥരാക്കുന്നു. എവിടെയാണ് നമ്മുടെ ആ പ്രതീക്ഷകളുടെ ഉറവിടം? അത് നമ്മുടെ ഉള്ളിൽ അന്തർലീനമായ വിപണിയെക്കുറിച്ചുള്ള വിശ്വാസങ്ങളാണ്. വിപണിയിൽ നിന്നും എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ അത് നല്ലതാണ്. നിങ്ങൾക്ക് പ്രതീക്ഷകളില്ല. അതുപോലെ വിപണിയിൽ നിന്നും പണമുണ്ടാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനൊന്നില്ല എന്ന് മറുപടി പറയാനാവുമെങ്കിൽ അതാണ് നല്ലത്. ജീവിതത്തിലായാലും വ്യാപാരത്തിലായാലും ഓരോ ദിവസവും നമുക്കറിയാവുന്നതും പരിചയമുള്ളതുമായ കാര്യങ്ങളും നമുക്ക് അപരിചിതമായ പുതിയ കാര്യങ്ങളും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളാണ് നടക്കുന്നതെന്ന് പറയാം. ഓരോ നിമിഷവും പുതിയതാണ്, പുതിയ അനുഭവങ്ങളാണ്. അത് മനസ്സിലാവുന്ന തരത്തിൽ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യുക. ഓഹരി വിപണി നമുക്ക് എത്ര പണമുണ്ടാക്കണമെന്നതിൽ പരിധി വെച്ചിട്ടില്ല. പരിധിയില്ലാതെ സമ്പാദിക്കാനുള്ള അവസരമാണ് വിപണി തുറന്നിടുന്നത്. നമുക്ക് എത്ര നിക്ഷേപിക്കാനും സമ്പാദിക്കാനും സാധിക്കുമെന്നത് ഓരോരുത്തരും സ്വയം വിലയിരുത്തി മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമാണ്. വിപണിയല്ല, വ്യക്തിയാണ് പരിധികൾ തീരുമാനിക്കുന്നത്. എന്നാൽ ഈ പരിധികൾ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വയം വിലയിരുത്തുമ്പോൾ കാലാകാലങ്ങളായി നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ നമ്മളെക്കുറിച്ചുള്ള വിശ്വാസങ്ങളിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ സ്വയം കണ്ടെത്തലിനു കൂടിയുള്ള അവസരമായി അതിനെ കാണാൻ സാധിക്കണം. വ്യക്തി എന്ന നിലയിൽ നമ്മൾ പുതിയതായി കണ്ടെത്തുന്ന കാര്യങ്ങൾ വഴി നമുക്ക് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ സാധിക്കും. പലപ്പോഴും സ്വന്തം കഴിവും ശക്തിയും തിരിച്ചറിയാൻ സാധിക്കാതെയാണ് നമ്മൾ ജീവിക്കുന്നത്. ചെറുപ്പത്തിൽ നമ്മൾ ഓടി വീഴുമ്പോൾ അമ്മ പറയും, ഞാൻ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് നീ വീണു എന്ന്. അത്തരം വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇന്നും കിടപ്പുണ്ട്. എന്ത് സംഭവിച്ചാലും മറ്റൊന്നിന് പകരമാണ് ഇത് സംഭവിച്ചതെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിലേറെയും. സ്വയം ശിക്ഷിക്കപ്പെടാൻ താല്പര്യപ്പെടുന്നവരാണ് പലരും. അത്തരം ചിന്തകൾ വെടിഞ്ഞ് ആ വിശ്വാസങ്ങളെ മറികടന്ന് പുതിയ ആശയങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ലോകത്തുള്ള എല്ലാ അവസരങ്ങൾക്കും നിങ്ങൾ യോഗ്യരാണ്. ഒരിടത്തും സ്വയം മാറി നിൽക്കേണ്ടതില്ല. ഓഹരി വിപണിയിൽ വേർതിരിവുകൾക്ക് സ്ഥാനമില്ല. എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്നു. തുല്യ അവസരവും നൽകുന്നു. ആരെയും മാറ്റി നിർത്തുന്നില്ല. നിങ്ങളെ ശിക്ഷിക്കുന്നില്ല. സമ്മാനങ്ങളും നൽകുന്നില്ല. അവസരങ്ങൾ ഓരോ നിമിഷവും നിങ്ങൾക്ക് മുൻപിലുണ്ട്. അവ ഉപയോഗിക്കുകയാണ് വേണ്ടത്. തുറന്ന മനസ്സോടെ അവസരങ്ങളെ ഉപയോഗിക്കുക. മുൻധാരണകളും വിശ്വാസങ്ങളും നിങ്ങളുടെ തീരുമാനങ്ങളെ ബാധിക്കാതെ നോക്കുക. കാരണം പുതിയ അവസരങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് അതീതമാണ്. അവ പുതിയ അനുഭവങ്ങളാണ്. അവയെ പരിധിയിലാക്കാൻ വേണ്ടത് ആത്മവിശ്വാസമാണ്. ഓഹരി വിപണിയെ ലളിതമായി സമീപിക്കണമെങ്കിൽ അതിനെ പാറ്റേണുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമായി കണ്ടാൽ മതി. പാറ്റേണുകൾ മനസ്സിലാക്കാനും റിസ്ക് തിരിച്ചറിയാനും എപ്പോൾ ലാഭമെടുത്ത് പിന്മാറണമെന്നും അറിയാനായി മാർക്കറ്റ് അനാലിസിസ് ഉപയോഗിക്കാവുന്നതാണ്. വ്യാപാരം ഒന്നെങ്കിൽ ലാഭം നൽകും, അല്ലെങ്കിൽ മറിച്ചാകും. എന്തായാലും പിന്മാറാതെ അടുത്ത ട്രേഡിലേക്ക് കടക്കുകയാണ് വേണ്ടത്. ഇത് വളരെ ലളിതമാണെങ്കിലും മാനസികമായി നോക്കുമ്പോൾ അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാകും. സത്യത്തിൽ ലാഭമുണ്ടാക്കാനായി നമ്മൾ ഏർപ്പെടുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമായേക്കാം ട്രേഡിംഗ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് അതിബുദ്ധി വേണമെന്നതുകൊണ്ടല്ല.
ട്രേഡിംഗിൽ നമുക്ക് എത്രയധികം അറിവുണ്ടോ അത്രയധികം പ്രശ്നങ്ങൾ വരും. അറിവ് കൂടുന്നതനുസരിച്ച് നഷ്ടങ്ങൾ വരും. എല്ലാ മർമ്മങ്ങളും അറിയാവുന്നവർക്ക് ഒരടി കൊടുക്കാൻ പാടാണെന്ന് പറയില്ലേ? അതുപോലെയാണ് വിപണിയിലെ കാര്യങ്ങൾ. ഒരുപാട് വിശകലനങ്ങളുടെ സ്വാധീനമില്ലാതെ തന്നെ പലപ്പോഴും നിങ്ങളുടെ അനുമാനങ്ങൾ ശരിയായിട്ടില്ലേ? അതുതന്നെയാണ് മാർഗം. നമ്മുടെ നയവും സാമാന്യ ബുദ്ധിയും ഉപയോഗിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ പ്രതീക്ഷകൾക്കൊത്ത ഫലം നൽകും. ഇനി വിപരീത ഫലം നൽകുമ്പോഴും വിപണിയിലെ ആ പഞ്ചസത്യങ്ങൾ നമുക്കറിയാം. അത് നമ്മളെ ശക്തിപ്പെടുത്തും. ആ ട്രേഡിലേക്ക് നീങ്ങാൻ നമ്മളെ സഹായിക്കും. ഒരു ട്രേഡർ ഡെവലപ്പ് ചെയ്യുന്ന 3 ഘട്ടങ്ങൾ ലേഖകൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 1. പരിധികളില്ലാത്ത ഒരു ചുറ്റുപാടിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു സെൽഫ് ട്രസ്റ്റ് വളർത്തിയെടുക്കുക. 2. ഒരു ട്രേഡിംഗ് സിസ്റ്റം കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാൻ പഠിക്കുക. 3. സാധ്യതകളിലൂന്നി ചിന്തിക്കാൻ മനസ്സിനെ പഠിപ്പിക്കുക. പഞ്ചസത്യങ്ങൾ ഓർക്കുക. 4. ട്രേഡർ എന്ന നിലയിൽ നിങ്ങൾ അചഞ്ചലമായി നിലകൊള്ളുക. കൺസിസ്റ്റൻസി നിലനിർത്തുക. ഈ 4 പടികളിലൂടെ വ്യാപാരത്തിന്റെ അടിസ്ഥാന ഘട്ടം നിങ്ങൾ മറികടക്കും. അടുത്ത പടിയായി ട്രേഡിംഗിന്റെ ആത്മനിഷ്ഠഘട്ടം അഥവാ സബ്ജക്റ്റീവ് സ്റ്റേജ് ഓഫ് ട്രേഡിംഗിലേക്കാണ് കടക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് വളരെയധികം സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ട്രേഡിംഗ് സംബന്ധമായി പഠിച്ച അല്ലെങ്കിൽ മനസ്സിലാക്കിയ ഏതൊരു വിവരവും നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ഉപയോഗിക്കാം. പിഴവുകളെ സംയമനത്തോടെ നേരിടാനും ഈ ഘട്ടത്തിൽ പഠിക്കാം. 3ാമത്തെ സ്റ്റേജാണ് അവബോധജന്യമായ ഘട്ടം അഥവാ ഇൻറ്റ്യൂറ്റീവ് സ്റ്റേജ്. ഇത് ട്രേഡിംഗിൽ ബ്ലാക്ക് ബെൽറ്റ് നേടുന്നത് പോലെയാണ്. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മുടെ യുക്തിചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കേണ്ടി വരും. അതുപോലെ വളരെ ചടുലമായി തീരുമാനങ്ങൾ എടുക്കേണ്ടതായും വരും. കാരണം ഇൻറ്റ്യൂഷൻ വളരെ സ്പോണ്ടേനിയസ് ആണല്ലോ. അപ്പോൾ ഇൻസ്റ്റന്റായി തീരുമാനങ്ങൾ എടുക്കാൻ പഠിച്ചാലേ നേട്ടം കൊയ്യാനാവൂ. വിപണിയിൽ അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു ഇൻറ്റ്യൂഷൻ തോന്നുകയും അതിനനുസരിച്ച് അതിവേഗം തീരുമാനങ്ങളെടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഈ സ്റ്റേജിന്റെ പ്രത്യേകത. ട്രേഡിംഗിലെ തെറ്റുകൾ തിരുത്താനും സ്വയം വിലയിരുത്താനും ചില സൈക്കോളജിക്കൽ സ്കില്ലുകൾ ആവശ്യമാണെന്ന് ലേഖകൻ അഭിപ്രായപ്പെടുന്നു. ഈ സ്കില്ലുകളെല്ലാം അടിസ്ഥാനപരമായി ബിലീഫ് അല്ലെങ്കിൽ വിശ്വാസങ്ങൾ ആയതുകൊണ്ടാണ് അവയെ സൈക്കോളജിക്കൽ സ്കില്ലുകൾ എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായി നമ്മുടെ ഉള്ളിലെ വിശ്വാസങ്ങളാണല്ലോ നമ്മുടെ അനുഭവങ്ങൾക്കും മാനസികാവസ്ഥയ്ക്കും ചുക്കാൻ പിടിക്കുന്നത്. നല്ല വിശ്വാസം അഥവാ അറിവ് ഉള്ളിലുള്ളവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയാം. സ്ഥിരമായി വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ട്രേഡർ ആണ് നിങ്ങളെങ്കിൽ ആദ്യം ആ വിശ്വാസം ഉള്ളിലുണ്ടാവണം. ആ വിശ്വാസം ഉള്ളിലുള്ളപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകളും പ്രവൃത്തികളും ഇടപെടലുകളും നീക്കങ്ങളും എല്ലാം ഒരു സക്സസ്ഫുൾ ട്രേഡർ എന്ന നിലയിലായിരിക്കും. അതിന്റെ ഫലവും വിജയമായിരിക്കും. എന്നാൽ ഇങ്ങനെയൊരു വിശ്വാസം ഊട്ടിയുറപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള പല ബിലീഫുകൾക്കും വിരുദ്ധമായിരിക്കും. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ചർച്ച ചെയ്തതുപോലെ ചില വിശ്വാസങ്ങളുടെ ശക്തി ചോർത്തിക്കളഞ്ഞുകൊണ്ട് മുൻപോട്ട് പോവുകയാണ് മാർഗം. കൺസിസ്റ്റൻസിയുടെ മാർഗത്തിലേക്കുള്ള ആദ്യപടി എന്നത് സ്വയം നിരീക്ഷണമാണ്. എന്താണ് ചിന്തിക്കുന്നത്, പറയുന്നത്, പ്രവർത്തിക്കുന്നത് എന്നൊക്കെ സ്വയം നിരീക്ഷിക്കുക. കാരണം ഈ പ്രവൃത്തികളൊക്കെ ഒരു വിജയിയുടേതാവണം. തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കാനും ഈ സ്വയം നിരീക്ഷണം സഹായിക്കും. തെറ്റുകൾ വരുത്തുന്നത് തികച്ചും സ്വാഭാവികമായ കാര്യമാണ്. എന്നാൽ പതുക്കെ പതുക്കെ സമയമെടുത്ത് അവ ഒഴിവാക്കാനാവും. തെറ്റുകളെ ഉൾക്കൊണ്ടു വേണം തിരുത്താൻ. മിസ്റ്റേക്കുകൾ വരുത്തുമ്പോൾ സ്വയം പഴിക്കുന്നത് ഒഴിവാക്കണം. എടുത്തുചാടിയുള്ള തീരുമാനങ്ങളും അച്ചടക്കമില്ലാതെയുള്ള പ്രവർത്തനങ്ങളും നമ്മളെ നഷ്ടത്തിലേക്ക് നയിക്കും. എങ്ങനെയാണ് നമുക്ക് കൺസിസ്റ്റൻസി നിലനിർത്താനാവുക? താഴെ പറയുന്ന രീതികൾ പരീക്ഷിക്കാവുന്നതാണ്. 1. നിരന്തരം നിങ്ങളുടെ എഡ്ജുകൾ അഥവാ സാധ്യതകൾ കണ്ടെത്തുക. ഓരോ ട്രേഡും അതിന്റെ റിസ്ക് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. 2. അപകട സാധ്യത പൂർണ്ണമായും അംഗീകരിക്കുകയും വേണ്ടിവന്നാൽ ആ വ്യാപാരം ഉപേക്ഷിക്കാൻ തയ്യാറാവുകയും വേണം. 3. സംശയമോ മടിയോ കൂടാതെ നമ്മുടെ എഡ്ജുകൾ അല്ലെങ്കിൽ സാധ്യതകൾ കണ്ടെത്തി പ്രവർത്തിക്കണം. 4. മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന ലാഭത്തിൽ നിന്ന് സ്വന്തം ശമ്പളം അല്ലെങ്കിൽ വീതമെടുക്കാൻ കഴിയണം. 5. തെറ്റുകൾ വരുത്തുന്നതിനുള്ള സാധ്യത നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. മുകളിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി അവയിൽ നിന്നും വ്യതിചലിക്കാതെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ട്രേഡിംഗിൽ കൺസിസ്റ്റൻസി നിലനിർത്താനാവും. കൺസിസ്റ്റൻസി ഉള്ളപ്പോൾ കൂടുതൽ വിജയങ്ങൾ വരും. അവ നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടും. ആത്മവിശ്വാസം വീണ്ടും നിങ്ങളുടെ കൺസിസ്റ്റൻസി മെച്ചപ്പെടുത്തും. അതങ്ങനെ ഒരു ചക്രമായി തുടരുകയും ചെയ്യും. ഒരു സാധ്യത അല്ലെങ്കിൽ എഡ്ജ് കണ്ടെത്തി കഴിയുമ്പോൾ
അതിൽ പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ മനസ്സിനെ അതിനായി പാകപ്പെടുത്തണം. മേക്കിംഗ് അപ്പ് യുവർ മൈൻഡ് എന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പാകപ്പെടുത്തുക എന്ന് പറയുന്നത്. മനസ്സിനെ മേക്കപ്പ് ചെയ്യാനായി സംശയങ്ങൾ ഒഴിവാക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ആ എഡ്ജിന് കൂടുതൽ വ്യക്തത കൈവരും. ഉള്ളിൽ സംശയത്തിനിടമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ ഫലത്തിന്റെ കാര്യത്തിലും സംശയമോ പേടിയോ കാണില്ല. വളരെ കോൺഫിഡൻസോടുകൂടി ട്രേഡിംഗ് നടത്താൻ സാധിക്കും. ട്രേഡിംഗ് എന്നത് സാധ്യതകളുടെ പ്രോബബിലിറ്റിയുടെ ഒരു ഗെയിം മാത്രമായി കാണാനാണ് ലേഖകൻ പറയുന്നത്. കാസിനോയിൽ കളിക്കുന്ന കളിക്കാരനായി സ്വയം സങ്കല്പിക്കുന്നതിനു പകരം കാസിനോ തന്നെ നമ്മളാണെന്ന് കരുതാനാണ് അദ്ദേഹം പറയുന്നത്. ആരൊക്കെ പണം കൊണ്ടുപോയാലും ചില കളികളിൽ നഷ്ടം വന്നാലും ആധുനികമായി നോക്കുമ്പോൾ കാസിനോകൾ ലാഭത്തിലാണല്ലോ. വിജയം നമ്മുടെ പക്ഷത്താക്കുന്ന എഡ്ജുകൾ കണ്ടെത്തി ട്രേഡിംഗിന്റെ പഞ്ചസത്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാം. ഒരുപറ്റം ട്രേഡുകൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഏറ്റവും മികച്ച രീതിയിൽ ചെയ്തു കഴിയുമ്പോൾ കാസിനോ പോലെ തന്നെ നിങ്ങളും ലാഭത്തിലായിരിക്കും. ഒരു എക്സസൈസ് ചെയ്തു നോക്കാൻ ലേഖകൻ ആവശ്യപ്പെടുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കുക. ഈ പരിശീലനം ലാഭമുണ്ടാക്കാനല്ല, പകരം ഇതിന്റെ ചെലവ് ഒരു പഠന ചെലവായി മാത്രം കാണുക. അങ്ങനെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് സാധ്യത തോന്നുന്ന ഒരു സ്റ്റോക്ക് കണ്ടെത്തുക. വ്യക്തമായ സാധ്യത അല്ലെങ്കിൽ എഡ്ജ് നിങ്ങൾക്ക് അനുകൂലമായി ഉണ്ടെന്ന് തോന്നുമ്പോൾ ആ സ്റ്റോക്ക് വാങ്ങുക. വാങ്ങിയതിന് കാരണം ചോദിച്ചാൽ പറയാനുണ്ടാവണം. മറ്റാരും പറഞ്ഞിട്ടാവരുത് നിങ്ങളുടെ തീരുമാനം. നിങ്ങളുടെ കണ്ടെത്തലാണ് വേണ്ടത്. ഇനി അത് എപ്പോൾ വിൽക്കുമെന്നും തീരുമാനിക്കുക. നിങ്ങൾ അനുമാനിക്കുന്ന വില എത്ര എന്നുള്ളത് കണ്ടെത്തി വെക്കുക. ആ വിലയിലേക്ക് എത്താനുള്ള ഒരു ടൈം ഫ്രെയിം തീരുമാനിക്കുക. അതായത് നിശ്ചിത സമയത്തിനുള്ളിൽ ആ വിലയിൽ എത്തിയില്ലെങ്കിൽ നിങ്ങൾ നഷ്ടമൊഴിവാക്കി വിൽപ്പന നടത്തി ട്രേഡ് അവസാനിപ്പിക്കുമെന്ന് തീരുമാനിക്കുക. ഉദാഹരണത്തിന് അരമണിക്കൂർ സമയം നൽകുക. ശേഷം അടുത്ത ട്രേഡ് നടത്തുക. അങ്ങനെ ഒരു സീരീസ് ഓഫ് ട്രേഡ് നടത്തുക. മിനിമം 20 ട്രേഡുകൾ എങ്കിലും നടത്താനാണ് ലേഖകൻ നിർദ്ദേശിക്കുന്നത്. അതിന് ആവശ്യമുള്ള സമയവും ഉപയോഗിക്കുക. എല്ലാ ട്രേഡുകൾക്കും ശേഷം അതിന്റെ ഫലം നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഭൂരിപക്ഷം സാഹചര്യങ്ങളിലും ലാഭത്തിലാണ് എത്തിച്ചേരുക. ഈ എക്സസൈസ് ഓഹരി വിപണിയുടെ ബാലപാഠങ്ങൾ പഠിച്ചവരും അത്യാവശ്യം ട്രേഡിംഗ് പരിചയം ഉള്ളവരുമാണ് ചെയ്യേണ്ടത്. ഈ കൃതിയും അത്തരം ആൾക്കാർക്കുള്ളതാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞതാണല്ലോ. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത ആ 28 ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളും 2 ഡിസ്ക്രിപ്റ്റീവ് ചോദ്യങ്ങളും വീണ്ടും ചെയ്യുക എന്നതാണ്. ആദ്യം എഴുതിയ ഉത്തരങ്ങളും ഈ കൃതി കേട്ടതിനു ശേഷം നിങ്ങൾ ഇപ്പോൾ എഴുതാൻ പോകുന്ന ഉത്തരങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യുക. മാറ്റങ്ങൾ സ്വയം പരിശോധിച്ചറിയുമല്ലോ. നന്ദി.